അന്നത്തെ ഗവൺമെന്റും പോലീസും പറഞ്ഞ ഇക്വേഷൻ തെറ്റാണ്. ഒരാളല്ല, ഒരു ജോഗി മാത്രമല്ല മരിച്ചെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കഥയിൽ എഴുതി വെച്ച കഥയിൽ അല്ലെ തിരക്കഥയിൽ ഉണ്ടായിരുന്ന വേദനയെ പോർട്രേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ച ശ്രമമായിരിക്കും ഒരു പക്ഷെ അതിലേക്ക് എത്തിച്ചിട്ടുണ്ടായത്. അത് ഷൂട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മറ്റേ 900 കണ്ടി അടുത്തുള്ളൊരു അതിന്റെ അകത്ത് പോവാന്ന് തന്നെ പറഞ്ഞ ഒരു സിനിമ സെറ്റപ്പും ഭാവിയിലും ഇപ്പോഴും നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്തകത്ത് ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രസ് മീറ്റിൽ കട്ട് പറയുന്ന സമയത്ത് ശബ്ദം ബാബാന്റെ കമന്റ് എന്റെ കാലിലിറങ്ങി അതെന്താണ് സംവിധായകന്റെ കാലിലിറങ്ങി ചവിട്ടിയോ കരയാന്നുള്ള കമന്റ് വന്നിരുന്നു. പോലീസുകാർക്കുള്ളിൽ ജാതി കോംപ്ലക്സുകൾ ശരിക്കും ഉണ്ട്. അത് ഒരു സിസ്റ്റമായിട്ട് തന്നെ അതിന്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ആദിവാസി സമൂഹത്തിനെ അഡ്രസ് ചെയ്ത പോലീസ് ബ്രൂട്ടാലിറ്റി നയിച്ച ആൾക്കാർക്കും അതുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആദിവാസികളെ സംബന്ധിച്ചിട്ട് അവർ രാവിലെ എങ്ങനെയാണോ കാപ്പിക്കുരു പറിക്കാൻ പോകുന്നത് അതേപോലെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നേക്കുന്നത്. സംവിധായകൻ അനുരാജ് മനോഹറാണ് ക്യൂ സ്റ്റുഡിയോയിൽ. അനുരാജ് നരിവേട്ട കണ്ടതിന്റെ സന്തോഷത്തിലാണ്. നരവേട്ടയാണല്ലോ ഞാൻ പറഞ്ഞത്, കേരളത്തിന്റെ നീതിബോധത്തിന് മുന്നിൽ എപ്പോഴും ചോദിച്ചിരുന്നാവുന്ന ഒരു നരവേട്ടയെ കുറിച്ചാണ് സിനിമ. നരിവേട്ട എന്ന് പേര് തിരുത്തി കൊടുക്കാൻ എന്താ കാര്യം? അല്ല, നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ആർട്ടിൽ പറയേണ്ടി വരും നമുക്ക്. അപ്പോൾ ബേസിക്കലി നരിവേട്ട എന്നുള്ളത് നരി തൂക്കുന്നുള്ള ഒരു ആചാരമുണ്ട് ആദിവാസികൾക്കിടയിൽ. വേട്ടയ്ക്കിറങ്ങിയ ഉൾക്കാടിൽ നിന്ന് ഈ കൃഷി സമയത്ത് കൃഷി നശിപ്പിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ ഇപ്പം പുലിയാണ് പ്രധാനമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം തപ്പും തുടിയായിട്ട് ഇതിനെ വളഞ്ഞ് അറ്റാക്ക് ചെയ്ത് ഇതിനെ കുന്തക്കാലിൽ കയറ്റി നാക്കാർ കഴിഞ്ഞ് കാട്ടുമുത്തപ്പന് കൊണ്ട് കൊടുക്കുക, കാണിക്ക വെക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫെസ്റ്റിവൽ. അതിപ്പം പുലിവേഷം കിട്ടിയ ആളായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അതിന് നരി തൂക്കുന്നാണ് പറയാം. അപ്പോൾ എങ്ങനെയാണ് കാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആദിവാസി സമൂഹം കാട്ടിലെ മൃഗങ്ങളോട് ചെയ്യുന്നത്, അതാണ് റിവേഴ്സ് ഓർഡറിൽ ആദിവാസികളോട് സിസ്റ്റം ചെയ്യുന്നതെന്നുള്ള ഒരു കണക്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അത് സിനിമയ്ക്കകത്തും ഒരു ലെയർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തുള്ള സിനിമയ്ക്കകത്തുള്ള പൊളിറ്റിക്സ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. കാടിന്റെ നീതി എങ്ങനെയാണ് ഇരു സമൂഹങ്ങൾക്കും വർക്കാവുന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ വേറൊരു കാര്യമുള്ളത്, ഇപ്പം മുത്തങ്ങയാണ്. ഇപ്പം എനിക്ക് ആ സിനിമ കാണുന്ന സമയത്ത് ടെലിവിഷനിൽ കണ്ട, വാർത്തയിൽ വായിച്ച, പല കാലങ്ങളിലായി ചർച്ച ചെയ്യുന്ന മുത്തങ്ങയുണ്ട്. പക്ഷേ ആൻഡ്രോയ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു പങ്ക് ചെറുപ്പക്കാർക്കോ മറ്റുള്ളവർക്കോ മുത്തങ്ങ സംഭവത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. ഈ ഇഷ്യൂ എങ്ങനെയാണ് പേഴ്സണലി സ്ട്രൈക്ക് ചെയ്തത്? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ടൊവിയുടെ ക്യാരക്ടർ വർഗീസിന്റെ ക്യാരക്ടർ കോൺഫ്ലിക്ട്സിലാണ് നമ്മൾ തുടങ്ങി. വേറൊരു പ്ലാറ്റ്ഫോം ഒക്കെ ആയിരുന്നു നമ്മൾ ആദ്യം ആലോചിച്ചു തുടങ്ങി. പക്ഷെ എന്നാൽ ബോധപൂർവമായി നമ്മൾക്കിതൊരു ഈ സ്പെസിഫിക് ഇൻസിഡന്റ് ഇപ്പൊ അബിന്റെയാണ് സ്ക്രിപ്റ്റ്. അബിൻ ശരിക്കും അത്തരത്തിലൊരു ആലോചന പണ്ടപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഈ പ്രതലം വളരെ അനീതി ഉണ്ടാക്കിയൊരു കാലമാണത്. അത് നമ്മൾ തന്നെ സൗകര്യം ഇപ്പൊ ആ കാലത്ത് ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഒരു വാർഷിക കുറിപ്പ് എന്നതിനപ്പുറത്ത് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ഒരു അരമണിക്കൂർ പ്രോഗ്രാം ആയിട്ട് ഇടാന്നല്ലാതെ അനീതിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റിയെന്നല്ല. ഇപ്പം നമ്മളെ സിനിമ നമ്മളുടെ സിനിമയുടെ പേര് ഈ മുത്തങ്ങാന്നുമല്ല, നമ്മുടെ സിനിമയുടെ പേര് നരിവേട്ട. നമുക്കൊരു ഡോക്യുമെന്ററി അല്ല ഇതിന്റെ പേര്. പക്ഷെ കാലങ്ങളായി ഉണ്ടായിരുന്ന രക്തസാക്ഷികൾ, ഭൂസമരങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന രക്തസാക്ഷികളെ ആലോചിച്ച് നോക്കുക. എന്ത് നീതിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതും കൂടി ആലോചിച്ച് നോക്കുക. ആദിവാസികളോട് പ്രത്യേകിച്ച് അതാത് കാലത്തുണ്ടായിരുന്ന സിസ്റ്റം എന്താണ് ചെയ്തിരുന്നത്? അടിച്ചമർത്തുക തന്നെയാണ് എല്ലാ കാലത്തും ചെയ്തിരുന്നത്. ഒരു തരത്തിലും മനുഷ്യരായി പോലും പരിഗണിക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ ട്രീറ്റ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്നാണ് നമുക്ക്. പിന്നെ മുത്തങ്ങയിൽ നമ്മൾ കണ്ടത് എന്ത് ബ്രൂട്ടൽ ഇപ്പം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. മുത്തങ്ങയുടെ വിഷ്വൽ സെൻസേർഡ് വിഷ്വൽ, ഒറിജിനൽ ഫുട്ടേജ് ഉള്ള അന്ന് എനിക്കൊന്നും കൈരളി ഏഷ്യാനെറ്റോ ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നത്. അപ്പം കൈരളി ഷാജിയേട്ടനാണ് ആ ഫുട്ടേജ് എടുത്തത്. അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കാൻ ഹൃദയമുള്ള ഒരാൾക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ഇക്വേഷൻ തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നത്തെ ഗവൺമെന്റും പോലീസും പറഞ്ഞ ഇക്വേഷൻ തെറ്റാണ്. ഒരാളല്ല, ഒരു ജോഗി മാത്രമല്ല മരിച്ചെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അവിടെ പോയതിന്റെയും അതിന്റെ പശ്ചാത്തലത്തിലും പറയണം. അപ്പം ഞാൻ സർക്കാരല്ല, ഞാൻ പോലീസല്ല. എന്റെ ദൗത്യം എന്ന് പറയുന്നത് അതിനെ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനും അഭിനും ചെയ്തത് അതുപോലെ ഓർമ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ളത് ഒരു പുനരന്വേഷണമോ അല്ല തുറ ചർച്ച ചെയ്യേണ്ടത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ആ മുത്തങ്ങ മാത്രം ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോഴും കണ്ടിരിക്കാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. പ്രേക്ഷകർക്ക് കാണാവുന്ന, അല്ലെങ്കിൽ ഇത് കേരളത്തിലുള്ള ഭൂരിപക്ഷം പ്രേക്ഷകരിലേക്ക് എത്തണം എന്നുള്ളൊരു ധാരണയായിരിക്കുമല്ലോ ഇതിന്റെ ഒരു കമേഴ്സ്യൽ അല്ലെങ്കിൽ ഒരു വിഷ്വൽ കൊറിയോഗ്രാഫിയിൽ കമേഴ്സ്യൽ ഇതിലാണുള്ളത്. ഇതിനൊരു കമേഴ്സ്യൽ ലെയർ, അതായത് ഇതൊരു പാക്ക്ഡ് സിനിമയായിട്ട്, ഒരു തിയേറ്ററിക്കൽ സിനിമയായിട്ടുള്ള ഒരു ഡിസൈൻ, അത്
എത്രമാത്രം സാഹസികമായ പരിപാടിയായിരുന്നു? അത് ശരിക്കും ചലഞ്ചിങ് ആണ്. മറ്റേത് ശരിക്കും പറഞ്ഞാൽ എളുപ്പം കൂടിയാണ് കേട്ടോ. ഉം. നമുക്ക് മറ്റേത് കുറച്ചും കൂടി ഈ പ്രകൃതി സിനിമ എന്ന് ഉം. വിളിക്കപ്പെടുന്ന തരത്തിലുള്ള പാരലൽ സിനിമ ഗണത്തിലേക്ക് ഒരു സിനിമ കൊണ്ടെത്തിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഉം. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ലിബർട്ടി ഉണ്ട് ആസ് എ ഫിലിം ഉം. മേക്കർ. അത് നമുക്ക് ഹൈ സ്പീഡ് ഫ്രെയിംസ് ഉപയോഗിക്കാം, ഉം. നോൺ ലീനിയർ പാറ്റേണുകൾ കഥ പറയാം, ഉം. ഇന്റർ കട്ട്സ് ചെയ്യാം, എഡിറ്റിംഗിൽ ഇപ്പം ഷമീറിന്റെ തന്നെ ഉം. എഡിറ്റിംഗിൽ ഉണ്ടായിരുന്ന കുറച്ച് സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റോറി ടെല്ലിങ്ങിനെ മാറ്റിമറിക്കുന്ന തരത്തിൽ നമുക്കത് കുറച്ചും കൂടി ഈസിയാണ് ആക്ച്വലി. അതെ. മറ്റേത് നമ്മൾ ഒരു നൂലിൽ കോർത്ത് ആ ഇമോഷനെ ക്യാരി ഓഫ് ചെയ്ത് നമ്മൾ തിരിച്ചു പോക്കൊന്നുമില്ല കഥയിൽ. ഉം. ഒറ്റ കഥയായിട്ടല്ലേ പറഞ്ഞു പോവുക. അതെ. അത്തരം സിനിമകൾ ചെയ്യാൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഉം. ഈ കൊമേഴ്ഷ്യൽ എന്നെ സംബന്ധിച്ചിട്ട് കൊമേഴ്ഷ്യൽ പാലറ്റിൽ ടെംപ്ലേറ്റിൽ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഈസിയാണ്. മറ്റേതാണ് ശരിക്കും കുറച്ചുകൂടി കുറച്ചും കൂടി അതിന് ഇക്വേഷൻസ് ഇല്ല, അല്ലെങ്കിൽ ടെംപ്ലേറ്റുകളില്ല. ഉം. നമുക്കത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ഒരു സിനിമ ആനുകൂല്യമില്ല അവിടെ. ഒരു ആനുകൂല്യം ഇല്ല നമുക്ക്. അപ്പൊ അത് ചലഞ്ചിങ് ആണ് ശരിക്കും. അത്ര സിനിമകൾ ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട്. അത്തരം ഉം. ഉം. കമ്മ്യൂണിക്കേറ്റീവ് സിനിമകളും പറയാം. അത് ഈ കൊമേഴ്ഷ്യൽ സാധ്യതകളിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മളിത് ഈ സിനിമ പർട്ടിക്കുലർലി നമ്മൾ എന്തായാലും ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയായിട്ട് എല്ലാവർക്കും എന്റർടൈൻഡ് ആവുന്നു. ഇപ്പം 2003 ജനിച്ച ഒരാൾക്ക് ഇപ്പൊ 23 വയസ്സായിട്ടുണ്ടാവും, 22 വയസ്സായി. അപ്പൊ ഇങ്ങനെ ഒരു അനീതി നടന്നതിനെ കുറിച്ച് പുതിയ തലമുറയും അറിയണം, അവരും ചിന്തിക്കണം, അവർ പോയി കാണണം ആ വിഷ്വൽ. ഇതിപ്പോ സത്യസന്ധമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഒരാളെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഭാഗത്തെ മാറ്റി നിർത്തിയാൽ അവരെ വിമർശിച്ച അല്ലെങ്കിൽ ഒരാളെ വ്യക്തിയെ വിമർശിക്കാൻ വേണ്ടി ചെയ്തല്ലോ. ഇതിന്റെ സത്യം ന്യായമാണ്. ഇതിന്റെ പിറകിലുള്ള നമ്മുടെ അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാലങ്ങളായി ഭൂമിക്ക് വേണ്ടി ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി പോരാടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അതിൽ എത്ര പേർക്ക് നീതി കിട്ടി, എത്ര കിട്ടിയ നീതികൾ. ഇപ്പം ആർല ഫാം പോലത്തെ സെറ്റിൽമെന്റിൽ എന്താണ് സംഭവിക്കുന്നത്, എത്ര പേരെയാണ് ആന ചവിട്ടിക്കൊല്ലുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു സ്വയം പരിശോധനയായിട്ട് പുതിയ കാലത്തെ കുട്ടികൾ ചർച്ച ചെയ്യണം, അവർ കാണണം, അവർ മുത്തങ്ങ റീവാച്ച് ചെയ്യണം, അല്ലെങ്കിൽ പൂയംകുട്ടി സമരം വായിക്കണം, ചങ്ങര സമരത്തിൽ ലാഹഗോപാലൻ എന്താ ചെയ്തതെന്ന് കാണണം. എന്തിനാണ് ഇവര് സമരം ചെയ്യുന്നത്? ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഇടുക്കിയിൽ ഒരു ആന ഇറങ്ങി ടൗണിൽ ഇറങ്ങി ഒരാളെ കൊന്നു കഴിഞ്ഞിട്ടാണ് അവിടെ ഹർത്താൽ നടക്കുന്നത്. ആദിവാസികൾ മാത്രം താമസിക്കുന്ന ആർല ഫാമിൽ 14 പേര് മരിച്ചു. 4 മാസം മുൻപ് ഒരു ദമ്പതികളെ ഒരു ആന വന്നിട്ട് ചവിട്ടിക്കൊന്നു. ആരെങ്കിലും അറിഞ്ഞോ ഇത്? നമ്മൾ ടെക്സ്റ്റ് ചെയ്യില്ല നമ്മുടെ മുമ്പിൽ. അപ്പം എനിക്കൊന്ന് ഇപ്പൊ ഈ പറഞ്ഞോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പം ആദിവാസി നമ്മളത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെയോ കാഴ്ച ബംഗ്ലാവിലെയോ ഒരു കാഴ്ച വസ്തു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ പൊതുബോധവും നമ്മുടെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഈ പറഞ്ഞൊരു പരിഗണനയോ പ്രാധാന്യമുള്ളൊരു സംഗതിയേ അല്ല. അങ്ങനെ ആവുന്നില്ല. ഇപ്പം വീണ്ടും കേരളം പോലത്തെ സ്ഥലത്ത് എടുക്കുക. ആർല ഫാമിലൂടെ പരിസരപ്രദേശത്ത് ജീവിക്കുന്ന ആൾ. അപ്പോൾ അവിടുത്തെ സാധാരണ മനുഷ്യരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കുടിയേറ്റ ആൾക്കാർ, കുടിയേറ്റ കർഷകരായിട്ടുള്ള അവരുടെ പുതിയ തലമുറ, ആദിവാസികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവർ മാറില്ല, അവർ കാട്ടിലേ ജീവിക്കുള്ളൂ, അവർ കാട്ടിൽ പോയിട്ടല്ലേ ആനയെ ചവിട്ടിക്കുന്നത്. മുക്കമ്മരെ മരുഭൂമി കൊണ്ടിട്ടിട്ട് കാര്യമില്ലല്ലോ. അവർ ആവാസ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള ജീവിതമാണ് അവർക്ക് നമ്മൾ വാഗ്ദാനം ചെയ്യേണ്ടത്, നമുക്ക് കൊടുക്കുകയും വേണ്ടത്. അപ്പം അതിനെ പരിഹസിക്കുകയും ഇപ്പം അത്തരത്തിലുള്ള പരിഹാസ കഥകൾ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിരുന്നു. ഇപ്പം പണിയ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ കുറിച്ചിട്ടുള്ള പരിഹാസ കഥകൾ, അവരുടെ സാക്ഷരത കുറവ്, എഴുത്തും വായന അറിയാത്തതിന്റെ കഥകൾ മനുഷ്യരുടെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത്രമാത്രം അപഹാസ്യരായി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആരാണ് മാറേണ്ടത്? സമൂഹമാണ് മാറേണ്ടത്. അതിൽ ആദിവാസിയെ നമ്മളെ പോലെ പാനുകുപ്പായും മറ്റേ ഗദർ മുണ്ടൊക്കെ ഇട്ട് നടത്തുക എന്ന് പറഞ്ഞത് ഒരു കോമളത്തരമാണ്. ആവാസ വ്യവസ്ഥ മനസ്സിലാക്കി അവരെ പരിഗണിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ഫയറിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അനുരാജ് പോലും മുമ്പ് ഒരു സിനിമയെ കണ്ടിട്ടുള്ളതല്ല, ഏതെങ്കിലും സിനിമയുടെ റെഫറൻസ് ചെയ്യാവുന്നതല്ല. നമുക്ക് അതിൻ്റെ ഒരു ഈ പറയുന്ന വിഷ്വൽ റെഫറൻസ് ഉണ്ട്. ഇപ്പൊ ചെങ്ങറ സമരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുത്തങ്ങ സമരത്തിൻ്റെയൊക്കെ വിഷ്വൽ റെഫറൻസ്. പക്ഷെ അത് റിക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സിനിമാറ്റിക്കായി അതിൻ്റെ ഒരു സീൻ കൊറിയോഗ്രാഫിയും വിഷ്വൽ കൊറിയോഗ്രാഫിയും വലിയൊരു ടാസ്ക് ആണല്ലോ. ഞാൻ പറഞ്ഞൊരു രണ്ടാമത്തെ സിനിമയിലെത്തുമ്പോൾ ഒരു 65 days എന്ന് പറയുന്ന താരതമ്യേന ഒരു ചെറിയ സിനിമയുടെ വലിപ്പം സമയത്താണ് ഈ പറയുന്ന ഇത്രയും വലിയൊരു സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ സ്കെയിൽ ഫീൽ ചെയ്യുന്ന സിനിമയിലേക്ക് ഇത് എത്തിക്കുന്നത്. ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള വലിയ സീക്വൻസുകൾ, ഇത്ര ഈ പറയുന്ന ആളുകളുടെ പങ്കാളിത്തം, ഇത്രയേറെ ആർട്ടിസ്റ്റുകൾ, അതേസമയം തന്നെ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇതൊരു വെടിവെപ്പാണെന്ന് തോന്നാം. ഞാനത് സ്പെസിഫിക് ആയി കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് ആണല്ലോ അത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ബോധപൂർവമായി സത്യസന്ധമായി എളിമയൊന്നല്ല ഇവിടെ. സത്യം പറഞ്ഞാൽ എനിക്കത് അങ്ങനെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ എൻ്റെ ഉള്ളിലെ ക്രാഫ്റ്റ്മാൻ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പം ക്യാമറ ഉണ്ട്, ബാക്കപ്പ് ചെയ്യാൻ നമ്മുടെ ടെക്നിക്കൽ ക്രൂ മുഴുവനുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മളുടെ മനസ്സിലുള്ളൊരു വിഷ്വലിനെ
ഇപ്പൊ പോർട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ ആ ലൊക്കേഷനിൽ എടുക്കുന്ന തീരുമാനമല്ലല്ലോ. അതെ, ഇതിന്റെ പുറകിൽ നമ്മളിങ്ങനെ പ്ലാൻ ഓരോരോ ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ മനുഷ്യനെ പറഞ്ഞാൽ നമുക്ക് റെഫറൻസുകൾ എടുക്കാനല്ലേ ഈ സിനിമയ്ക്ക്. അതാണ് ഞാൻ അപ്പൊ റെഫറൻസ് നമുക്കിപ്പം അങ്ങനെ. നമുക്ക് ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ഇപ്പൊ ഒരു വെടിവെപ്പ് സീൻ എന്ന് പറയുമ്പോൾ ഹോളിവുഡിലോ ബോളിവുഡിലോ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ സ്ട്രക്ചറായിട്ട് പിന്നെ അതിനൊരു മരങ്ങളിലേക്കും മനുഷ്യരിലേക്കും പായുന്ന വെടിയുണ്ട അതെ ഞാൻ അതെ ഒരു അതെ. ഒരേ സമയത്ത് ഭയങ്കര ഒരു പോയറ്റിക് അപ്രോച്ച് ഉണ്ട്, എന്നാൽ അതിന്റെ ഏറ്റവും വലിയ ബ്രൂട്ടാലിറ്റി ഉണ്ട്. ഞാനത് ചേർത്തത് ഒരു സീൻ കൊറിയോഗ്രഫിയും അത് വർക്ക് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യയുടെ സത്യം എന്താ എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം അത് കാടെന്ന് പറയുന്നത്. കാടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾ, മനുഷ്യർ, പിന്നെ പൂമ്പാറ്റ, മരങ്ങൾ ഇതെല്ലാം ചേർന്നതാണല്ലോ. അപ്പം ഒരു ഒരു വെടിയുണ്ട പായുമ്പോൾ അത് കൊള്ളുന്നത് വെറും മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാവരിലേക്കുമാണ്. അപ്പം അത് കാണുന്ന മനുഷ്യരിൽ പോലും ഇപ്പം ആ വിഷ്വൽ കാണുന്ന അത് കാണുന്ന മനുഷ്യരിലേക്ക് ആ വെടിയുണ്ട കൊള്ളണം എന്ന ബോധ്യം ഉണ്ടായിരുന്നു. അതായത് മരങ്ങൾക്കും കരയാനുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പോയറ്റിക് അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അത് ആ ക്രാഫ്റ്റ്മാൻ എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ആ കഥയിൽ എഴുതി വെച്ച കഥയിൽ അല്ലെ തിരക്കഥയിൽ ഉണ്ടായിരുന്ന വേദനയെ പോർട്രേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ച ശ്രമമായിരിക്കും ഒരു പക്ഷെ അതിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ റെഫറൻസുകളൊന്നും എന്റെ മുമ്പിലില്ല. നമുക്ക് എടുക്കാനും ഒരു സിനിമാറ്റോഗ്രാഫറിന് ഇന്ന പോലത്തെ ഷോട്ട് വേണമെന്നുണ്ട് നമുക്ക് കാണിക്കാൻ. ഇപ്പൊ ഇഷ്കിലൊക്കെ ഞാനത് ചെയ്തിരുന്നു. ഇഷ്കിലൊക്കെ ആ ബാക്ക് ഷോട്ടൊക്കെ ഞാൻ അമൽ നീർപ്പറത്തിലെ കുറച്ച് ഷോട്ടുകളൊക്കെ നമ്മൾ റെഫറൻസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അൻസാറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ആമി എന്നുള്ള പടമില്ല, ആന്തോളജി. അതെ. അപ്പൊ അതിലത്തെ ബാക്ക് ഷോട്ടൊക്കെ നമുക്ക് അന്ന് കയറാം. ഇതിൽ പക്ഷെ അങ്ങനെ ഇല്ല. ഇപ്പം വിജയ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരനായിട്ടുള്ള മനുഷ്യനാണ്. ഇവിടുത്തെ കൾച്ചറാണ് നമ്മളെ സിനിമ പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി ഫീഡ് ചെയ്യാൻ നമുക്ക് പ്രയാസപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് റെഫറൻസുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞ് ഇങ്ങനെ ഒരു ക്യാമറയുടെ പൊസിഷൻ പോലും നമ്മൾ കുറച്ച് മാറ്റി അതിന്റെ മൂവ്മെന്റ് അടക്കം നമ്മൾ പറഞ്ഞ് ഫീഡ് ചെയ്യിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പല സ്ഥലത്തും. അതേസമയം ഒരു മെറ്റഫർ ആവണം, എന്നാൽ തിയേറ്ററിൽ ഇമ്പാക്ട് വേണം. ഇത് കാണുന്നവരിൽ ഇത് ഇമ്പാക്ട് ഉണ്ടാക്കണം. ഇമോഷണൽ ഇമ്പാക്ട് എന്നുള്ളതിന് ശരിക്കും എന്താണ് വിഷ്വലി എന്താ അങ്ങനെ ഒരു അതെങ്ങനെ ചെയ്തെടുക്കും? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടി തന്നെ പറയാനുള്ളൂ. ഇപ്പം ക്യാരക്ടേഴ്സിന്റെ അപ്പ് ആൻഡ് ഡൗൺസിന് വെച്ചിട്ടാണല്ലോ ആൾക്കാർ ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ശരിക്കും ഒരു ടോർച്ചർ റൂം എങ്ങനെയാ നമുക്ക് കൺസീവ് ചെയ്യാം? നമ്മൾ സിനിമകളിൽ കണ്ട ടോർച്ചർ റൂമൊക്കെ അത്തരത്തിലുള്ളതാണ്. പക്ഷെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഞാനത് സ്ഥിരം സിനിമയിൽ കാണുന്ന ഒരു ടോർച്ചർ റൂമാണല്ലോ. ഇപ്പം ഇതില് ഒരു പോലീസ് വാനിനകത്താണ് ഭയങ്കര ബ്രൂട്ടൽ ആക്ട് നടക്കുന്നത്. പിന്നെ ഈ സ്പേസ് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു സ്പേസിലല്ല. അപ്പൊ അത്തരത്തിലുള്ള ടോർച്ചർ റൂംസിന്റെ ക്ലീഷ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമല്ല, ഇത് ഒറിജിനലി അക്കാലങ്ങളിൽ പോലീസുകാരെ എവിടെയായിരുന്നു ഈ ടോർച്ചർ റൂംസ് സെറ്റ് ചെയ്തിരുന്നത് എന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നല്ലോ. അപ്പം ആൾക്കാർ ശബ്ദം പുറത്ത് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിഗൂഢമായ സ്ഥലങ്ങളിലാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലത്തെ ഒരു ഗോഡൗൺ ആണ്. അവിടുന്ന് ഒരാൾ നിലവിളി പുറത്തേക്ക് കേൾക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ സിനിമയുടെ ടെക്നിക്സിനപ്പുറത്ത് ഇപ്പൊ നമുക്കൊരു അതൊരു ചെറിയ റൂമിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പൊ കൊച്ചിയിൽ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അതിന്റെ എസ്തറ്റിക് അപ്രോച്ചിൽ ഒറിജിനലി എങ്ങനെയായിരിക്കും ഈ സ്ഥലം എന്ന് കാണാൻ ഞാൻ ബാവക്കയോട് പറഞ്ഞു. ഇങ്ങനെ ആയിരിക്കും ഒരു അരിച്ച ഗോഡൗൺ എങ്ങനെ ഉണ്ടാവുക. അപ്പം ബാവക്ക പറഞ്ഞ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അല്ല, അത് ഒറിജിനൽ എവിടെ എങ്ങനെ കാണാൻ പറ്റും? അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി പോയിട്ട് അത് കാണുമ്പോൾ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ സപ്ലൈ കൊണ്ടൊരു ഗോഡൗൺ ആണ് കുറച്ച് അകത്തേക്കായിട്ട്. അപ്പൊ അത് വരുമ്പോ ആ വിഷ്വൽ ഇമ്പാക്ട് നമുക്ക് ഓർഗാനിക്കലി സംഭവിക്കും. നമുക്ക് വേണമെങ്കിൽ ഡെപ്ത് ആയിട്ടുള്ള ഷോട്ട് എടുക്കും. ആ വലിച്ചുകൊണ്ട് ഷോട്ട് ഭയങ്കര ഡെപ്തിലാണ്. അത്രയും ഡെപ്തിൽ നമുക്ക് ഒരു ആർട്ട് റിക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കരമായ ഫിനാൻഷ്യൽ കോസ്റ്റ് നമ്മൾ അതെ. പക്ഷെ അതിന്റെ ഒരു ലൈഫ് ഉണ്ട്. നമ്മൾ അത്രയും ലൊക്കേഷനിൽ പോകുമ്പോഴേ അങ്ങനെ ഒറിജിനലി നമുക്കത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഗുണം ചെയ്യാനുള്ള. മാത്രമല്ല ഒരു വർഗീസിനെ ഹണ്ട് ചെയ്യുന്ന ഇനീഷ്യൽ സീക്വൻസിലും ഈ ഇമ്പാക്ട് ഉണ്ട്. കാണുന്നവർക്ക് വേണ്ടി ആ തേയിലത്തോട്ടത്തിന്റെ സാധനം, ഈ ചാട്ടം, ഓട്ടം, ഇവര് വരുന്നത് ട്രാപ്പ് ചെയ്യുന്ന രീതിനെ ആ സെയിം ടെറൈനും ജിയോഗ്രഫിയും വേണം എന്നുള്ളത് അല്ലേ? ഒരു സിനിമാ സെറ്റിന്റെ ഫീല് വരരുത് എന്നുള്ളത് ഭയങ്കര നിർബന്ധം. പിന്നെ വയനാടിന്റെ തന്നെ ആയിട്ടുള്ള ജോഗ്രഫി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമിച്ചിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മറ്റേ 900 കണ്ടി അടുത്തുള്ളൊരു തേയിലത്തോട്ടം. അതിന്റെ അകത്ത് പോവാന്ന് തന്നെ പറഞ്ഞ ഒരു സിനിമ സെറ്റപ്പും ഭാവിയിലും ഇപ്പോഴും നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അകത്ത് ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ലാൻഡ്സ്കേപ്പ് അങ്ങനെയാ, ഇങ്ങനെ ഒരു വേവ് പോലെയാണ് മലനിരകൾ കിടക്കുന്നത്. അവിടെയാണ് ഈ മേജർ ആക്ഷൻ കൊറിയോഗ്രാഫി അവിടെ ചെയ്തത്. നമ്മൾ രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ മല മുഴുവൻ ലിറ്റപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ റഫ്നെസ് നമുക്ക് ചിലപ്പം ഷൂട്ട് ചെയ്യുന്ന അവിടെ കയറി അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ആ റഫ്നെസ് വരും. അവിടെ എത്തി നമ്മൾ ചളിയൊക്കെ ചവിട്ടി അവിടെ കയറുമ്പോൾ നമുക്ക് ആ വേറൊരു മനുഷ്യനായി നമ്മൾ അവിടെ എത്തുമ്പോൾ. അപ്പൊ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഷോട്ടൊക്കെ ബോർഡറിക്ക് ഷോട്ടൊക്കെ എടുത്തത് അവിടെ
കുഴിയൊക്കെ കുത്തി ഉം. വേറെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ വന്നാൽ അവിടെ പെട്ടു. ഉം. മനുഷ്യർക്ക് റേഞ്ച് പോലും ഇല്ല. ഒരു സ്ഥലത്ത് പോയാൽ മാത്രമേ റേഞ്ച് ഉള്ളൂ. ഉം. 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 അപ്പൊ എല്ലാവരും സിനിമയിൽ ഇൻവോൾവ് ആണ്. വേറെ വഴികളില്ല. അപ്പൊ പുറത്ത് കടക്കാൻ ഇല്ല പറ്റാത്ത ഇല്ല ഇല്ല. സ്പേസ് ആണല്ലോ. അപ്പൊ ചില ലൊക്കേഷൻസ് അങ്ങനെയാണ്. നമ്മൾ അവിടെ ഉം. കൊണ്ടെത്തിക്കഴിഞ്ഞാൽ സിനിമയോട് ഏറ്റവും നീതിപൂർണ്ണമായിട്ട് നമുക്ക് ഉം. ശരിയാ. ഫ്രെയിം വെക്കാൻ പറ്റും. ഏറ്റവും വലിയ തിയേറ്ററിക്കൽ ഇമ്പാക്റ്റ് ആയിട്ട് ആ കുട്ടി മാറും എന്നുള്ളതും വ്യക്തിപരമായിട്ട് ഇല്ല, പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ഇമ്പാക്റ്റിന് അപ്പുറത്ത് ആ കുഞ്ഞിനോടൊരു ഇമോഷൻ തോന്നണം. ആ അതെ. അതാ മൊത്തം ആ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഉം. സിനിമയിൽ ആ വേദന കെയർ ഓഫ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ കുഞ്ഞിലേക്ക് അതിനെ കൊണ്ടിപ്പം താമയുടെ പട്ടി അതെ. അത്തരത്തിൽ നമ്മൾ ഉം. പുറത്തു പോയ ഒരു ഉം. ക്യാരക്ടറാണ്. ആ അതെ. അതെ. ഇതേപോലെ കുട്ടിയെ പോലെ അതെ ഒരു അതെ ജേണി അതെ ഉണ്ടല്ലോ. അതെ. അപ്പം താമിയുടെ ക്യാരക്ടർ അങ്ങനെ ഉം. നിരവധിയായ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആയാൽ പോലും ഉം. അവരെല്ലാം നമ്മൾ ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് അപ്രോച്ച് ചെയ്തത്. നമ്മൾ ഉം. സാധാരണ സിനിമകൾ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതല്ല. നമ്മൾ പരമാവധി എത്ര ജെന്യൂൻ ആകാൻ പറ്റുമോ അത് ഉം. ആ കുഞ്ഞിനോട് ആ സിമ്പതി എമ്പതി എല്ലാം തോന്നാം ഉം. എന്നുള്ളത് തുടക്കം മുതലേ അബിന്റെ തന്നെ ഒരു പ്ലാൻ അതിലുണ്ട്, ഉം. സ്ക്രിപ്റ്റിലുണ്ട്. ഉം. അപ്പൊ അത് ഞാൻ എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, വിഷ്വലി അതിനെ എങ്ങനെ മോർ കണക്ട് ചെയ്യാൻ പറ്റും. അവിടെയും ഈ ജിയോഗ്രഫി അങ്ങനെ യൂസ് ചെയ്യാൻ അതെ പറ്റും. ഈ അതെ പറയുന്ന കറക്റ്റ്. മലയും ചതുപ്പും ഇടങ്ങൾ ആ സ്പേസ് അല്ല ഉറപ്പായും ഇപ്പം നമ്മൾ പറയുന്നില്ലേ നമ്മൾ എല്ലാ കാലത്തും ഒരു നായകനോ അല്ലെങ്കിൽ ഉപനായകനോ ഈ ഒരു കൊക്കയിൽ വീണ് രക്ഷിച്ചെടുക്കുന്ന ഒരു സ്ഥലത്താണ് ആദിവാസി പച്ചമരുന്നുമായിട്ട് പ്രത്യക്ഷപ്പെടുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രക്കിടയിൽ ഈ പറഞ്ഞൊരു രാത്രി ഈ പറഞ്ഞ ആദിവാസി നൃത്തത്തിന്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അതിനപ്പുറത്ത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ നിലയ്ക്കും നന്നായി ജീവിക്കുമ്പോൾ ഈ ആദിമ മനുഷ്യരായിട്ട് ആദിവാസികളായിട്ട് നമ്മളൊരു സഹജീവികൾ ഇത്ര വലിയ പ്രശ്നം നേരിടുന്നുണ്ട്, അത് പൊതുസമൂഹമോ മുഖ്യധാരയോ അഡ്രസ്സ് ചെയ്യപ്പെടുന്നേ ഇല്ല എന്നുള്ളത്. ഞാൻ അവിടെയാണ് എനിക്ക് തോന്നുന്നത് അനുരാജിന്റെ ഈ സിനിമയുടെ ഏറ്റവും കോറായ ചോദ്യം ഈ പടം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് ഉള്ള വാക്ക് പാലിക്ക ജനാധിപത്യ മര്യാദയാണ്. എ.കെ. ആന്റണിയുടെ കാലത്താണ് ഈ സമരം നടക്കുന്നത്. പിണറായി വിജയനുള്ള നവകേരളം എന്ന് ക്ലെയിം ചെയ്യുന്ന സമയത്ത് പോലും ഈ പറയുന്ന വാക്ക് പാലിക്ക ജനാധിപത്യ മര്യാദയാണെന്ന് പറയേണ്ടി വരുന്ന സംഗതി ഉണ്ടല്ലോ. അതെങ്ങനെയാണ്, അത് പൊളിറ്റിക്കലി അതെങ്ങനെയാണ് അങ്ങനെ ഒരു വാക്കിൽ ആ സിനിമയുടെ ഒരു നേരത്തെ പറഞ്ഞ സിനിമയുടെ സത്ത ആ വാക്കിലുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞപ്പോൾ 2003 നിന്ന് 2025 നമ്മൾ നിൽക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാലികമായി അതിന് എത്രമാത്രം മാറ്റമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു തരത്തിലും അടയാളപ്പെടുത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പൊ കടലാസിൽ എഴുതി ഒപ്പിട്ടെടുത്ത പല കാര്യങ്ങളും വാക്കാൽ നടത്തി കൊടുത്തു അല്ലെങ്കിൽ പ്രാക്ടിക്കലി നടത്തി കൊടുക്കുന്നല്ല. അത് ഇപ്പൊ ഞാൻ ആർല ഫാമിലി തന്നെ വീണ്ടും വരാം. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഒരാൾക്ക് ഒരു ഭൂമി കൊടുക്കുക, അയാളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് അവരെ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ കാട്ടിൽ ജീവിച്ച ഒരാൾക്ക് ഒരു കോൺക്രീറ്റ് വീട്, ഒരു 2 മുറി വീട്, ഒരു ടോയ്ലറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊടുത്താൽ അവർക്ക് അതിനോട് അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് നമ്മൾ പറയുന്ന പോലെ അവർ ജീവിക്കണം എന്നില്ല. അപ്പൊ അവർക്കൊരു സോഷ്യൽ മോണിറ്ററിങ് വേണം. അതിനകത്ത് അവരോടത് കൃത്യമായി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് താല്പര്യം, അവർക്ക് എന്താണ് വേണ്ടത്, അത് ഒരു ലോങ് ടേം പ്രൊസീജിയറാണ്. നമുക്കത് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഉറപ്പായും വർഗീസ്, വയനാട്, മുത്തങ്ങ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ പറയുന്ന ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. വർഗീസ് എന്ന് പറയുന്ന നായകനായിട്ട് ടൊവിനോ തോമസിനെ പ്ലേസ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് ആ ഒരു ആലോചന വന്നത്? കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്യാരക്ടറിന് പേരുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരുമ്പോൾ വർഗീസ് പീറ്റർ എന്നുള്ള ക്യാരക്ടറാണ്. വർഗീസ് നമ്മൾ കടലാസിൽ വെറുതെ വായിച്ചു പോകുക ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് ഉള്ളിലേക്ക് ഒരു ഊർജ്ജവും തീയും ആവേശമൊക്കെ കയറി വരും. അത് നമ്മള് ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ വർഗീസ് എന്ന് വിളിക്കുമ്പോൾ പോലും ഇപ്പൊ ടൊവിനെ വർഗീസ് എന്ന് വിളിക്കുമ്പോൾ ടൊവി, എനിക്ക് ബേസിക്കലി ടൊവിയെ പെട്ടെന്ന് വർഗീസ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ക്യാരക്ടർ ആയി കിട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വർഗീസ് പീറ്റർ എന്നുള്ള പേര് ഭയങ്കരമായ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും. അത് ആ മേക്കിംഗ് പ്രൊസീജിയറിലും അങ്ങനെയാണ്. അയാൾ ഓടി വരുന്നതും അയാൾ ജമ്പ് ചെയ്ത് ചാടി, നമ്മളെ ഫിക്ഷൻ ആയിരിക്കും എന്നാൽ പോലും അയാളൊരു വിപ്ലവം നടക്കുന്നുണ്ടെന്ന് എന്തോ നമുക്ക് തോന്നുന്നതാണ്. ആലപ്പുഴയിൽ നിന്ന് അയാൾ വയനാട്ടിലേക്ക് റോൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അതെ അതെ കറക്റ്റ്. അപ്പൊ അത് വർഗീസ് എന്നുള്ള പേര് എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യായിരുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ. പിന്നെ അത് ഞാൻ പറഞ്ഞ പിന്നെ കറക്റ്റ് ആണ്, മാറ്റേണ്ട കാര്യമില്ല. ഈ മേക്കർ എന്നുള്ള രീതിയിൽ എന്താണ്, എങ്ങനെയാണ് ടൊവിനോയിൽ ഒരു പെർഫോമറിനെ സാധിച്ചത്? ടൊവിനോ ശരിക്കും ടൊവിനോ എന്ന ആക്ടർ വില്ലിംഗ് ടു ഡു, എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു ആളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഥ അവന് വർക്കാവണമെങ്കിൽ, അതിന്റെ പരിസരം എല്ലാം വർക്കാണെങ്കിൽ അത് ഞാൻ റെഡി, നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇപ്പം മനുഷ്യടൻ നമ്മളിത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ആ കാലം മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് ടൊവിയോടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ അന്ന് സംസാരിച്ചപ്പോഴാണ്. അപ്പൊ അവനിത് നന്നാക്കണം എന്നുള്ള ആഗ്രഹം അവന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് കുറച്ച് പണിയുള്ളൂ. ആത്യന്തികമായി ആ നടന് ഇത് നന്നാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകുതി പണിയുള്ളൂ. ടൊവി ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സിനിമ, വ്യക്തിപരമായിട്ട് അതിൽ ഇത്ര ഇൻവോൾവ്. അതെ അതെ ഭയങ്കര വെച്ചാൽ
ഇന്നാണ് ഫുൾ ടൈം ഇന്ന. പിന്നെ നമുക്ക് ഈ സീൻ പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഇമോഷൻ പ്രീവിയസ് ആഫ്റ്റർ പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമേ നമ്മളെ ജോലിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് മനീഷേട്ടന്റെ ഇന്റർവ്യൂ തന്നെ എനിക്കൊന്നും ക്യൂവിൽ തന്നെയാണ് ഇമോഷനായി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റിൽ ടോൾ പറഞ്ഞു. ഞാൻ കട്ട് പറയുന്ന സമയത്ത് ശബ്ദം ബബാന്റെ കമന്റ് എന്റെ കാലിലിറങ്ങി, അതെന്താണ് സംവിധായകന്റെ കാലിലിറങ്ങി ചവിട്ടിയോ കരയാന്നുള്ള കമന്റ് വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എന്നോട്, ആ കഥയോടും ആ തിരക്കഥയോടും ആ ക്യാരക്ടറിനോടും നമുക്കൊരു അടുപ്പുണ്ടല്ലോ. ആ അടുപ്പവും ടൊവി അത് ചെയ്തിട്ട് നമ്മളെ മുമ്പിലിരുന്ന് ആ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. എനിക്ക് കട്ട് പറയുമ്പോൾ ഞാൻ ശബ്ദം ഇടറി. ശരിക്കും അത് പ്രൊഫഷണൽ സ്പേസിൽ അത് ശരിയല്ല, നമ്മളത് പ്രകടിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പൊ ഞാൻ കട്ട് പറയുമ്പോൾ ശബ്ദം ഇടറി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പം മൊത്തത്തിലൊരു സയൻസ് ഒക്കെ വന്നിരുന്നു. അത് ആ കഥ എന്റെ ഉള്ളിലെ മനുഷ്യനുള്ള കഥാപാത്രത്തോടും ആ സിനിമയോടും അല്ലെങ്കിൽ ആ ടൊവിയോട് ചിലപ്പോൾ ടൊവിയോട് പോലുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടില്ല. ഇപ്പൊ ഇതില് ഇപ്പം നമുക്കറിയാം CK ജാനു എന്നുള്ളത്, നമ്മൾ നീതി വീങ്ങിയ മുഖമായിട്ട് CK ജാനു പോലീസ് വാനിൽ നിന്ന് ഇറങ്ങുന്നതും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്നതായിട്ടുള്ള ഒരു ചിത്രം എല്ലാ കാലത്തെയും നമ്മളൊരു ചരിത്രം അടയാളപ്പെടുത്തിയ ഒരു ഫോട്ടോ ഫീച്ചർ പോലെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇതില് CK ശാന്തിയാണ്. CK ജാനു എന്ന് പറയുന്നത്, ഇപ്പം CK ജാനു എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ള ആലോചന? മനുഷ്യരുടെ ഈ ആദിവാസി സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്ത, അല്ലെങ്കിൽ അവരെ ഏകോപിപ്പിച്ച ഒരു സമരത്തെ അഡ്രസ്സ് ചെയ്ത് 10-60 ദിവസം 45 ദിവസം 60 ദിവസം സമരം ചെയ്ത് തിരുവനന്തപുരത്ത് കൊടുകെട്ട് സമരം ചെയ്ത് അങ്ങനെ ഒരു തീയുള്ള അവരെ നയിക്കുന്ന ഒരു നേതാവിന്റെ മറ്റൊരു പേര് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങോട്ട് മുഴുവൻ എടുത്ത് പരിശോധിക്കും. ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ജാനു ഒന്നെടുത്ത പോരാട്ടം ചെറുതാക്കി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അവരുടെ പിന്നീടുള്ള നിലപാടുകളെ നമ്മൾ വിട്ടേക്കും. അവർ മുന്നോട്ട് വെച്ചത്, അവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, അവരെ പല സ്ഥലങ്ങളിലായി ഭിന്നിച്ച് കിടന്ന ആൾക്കാർ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് സമരം ചെയ്യിച്ച് ഗവൺമെന്റിന്റെ മുന്നിൽ ആ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടുപോയി നിർത്തി ചെയ്ത ഒരു കാര്യം, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് മറന്നു കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ മുത്തങ്ങ ഇറ്റ്സെൽഫ് അത്ര മേൽ ഒരു തീയുള്ള ഒരു നേതാവിന്റെ രാഷ്ട്രീയം മുത്തങ്ങ സമരം പറയുന്നുണ്ട്. അപ്പൊ CK ജാനുവിനോട് സാമ്യമുള്ള ഒരാളെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്. ആര്യ സലീമിലേക്ക് നമ്മൾ വരുന്നു, അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, സംസാരിക്കുന്നു, റാവുള പണിയ ഭാഷയെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ആര്യയുടെ ഭാഗത്തുനിന്നുണ്ടായ പണിയും ചെറുതല്ല. ആര്യ അതില് ജീവിക്കായിരുന്നു. ദൂരം നടന്നു വരുമ്പോൾ നമുക്ക് അതെ അവര് ശരിക്കും 1000-800 പേരുടെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഇടയിൽ അവർ നിന്ന് ഷോട്ട് എടുക്കുന്ന സമയത്ത് മാറി നിൽക്കുന്ന ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഈ സമരത്തിന്റെ ഭാഗമായ ആർട്ടിസ്റ്റുകളിൽ നല്ലൊരു ശതമാനം ആ മേഖലയിലുള്ളവരാണ്. അവർക്ക് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ, പുരുഷന്മാർ, വയസ്സപ്പോ ഗംഗാധരേട്ടനൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അവര് അതിനെക്കുറിച്ച് അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. പൊന്നീച്ച പറഞ്ഞ ശബ്ദം എന്നാണ് അവരതിനെ അഡ്രസ് ചെയ്യുന്നത്, ചെവിക്കകത്തുനിന്ന്. അവർക്ക് അത് ട്രോമയാണ്. ഇപ്പൊ ഒരു കുഞ്ഞിന് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ വീഴുമ്പോൾ പിന്നെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ട്രോമയില്ല, ആ ട്രോമയാണ് മുത്തങ്ങ സമരം എന്ന വേർഡ് അവർക്ക് ഈ ഭൂസമരത്തിൽ പിന്നെ ഒന്നിലേറെ അല്ലെങ്കിൽ ഒരു നിരവധി രക്തസാക്ഷികളുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംവിധായകന് നേരെ, തിയേറ്റർ റിലീസിന് നേരെ വരുന്നൊരു ചോദ്യം കൂടിയായിരിക്കുമല്ലോ. ഈ പറയുന്ന ഇതിന് എന്താണ് തെളിവ്, ഇതിന് എന്താണ് ആധാരം? ഇപ്പൊ പ്രതിപക്ഷത്തുള്ള കക്ഷിയുടെ കോൺഗ്രസിന്റെ ഭരണത്തിലിരിക്കുന്ന നടന്നൊരു സംഭവമാണല്ലോ. സ്വാഭാവികമായിട്ട് അതൊരു ചോദ്യമായിട്ട് വരുമല്ലോ. അതിനെങ്ങനെ അഡ്രസ് ചെയ്യാം? ഇതിന്റെ മറ്റൊരു ചോദ്യമാണ് ഈശ്വര വാര്യർ കുറെ കാലമായി ചോദിച്ചുകൊണ്ടിരുന്നത്. ഈശ്വരവാര്യർക്ക് മരിക്കുന്നവരെ നീതി കിട്ടിയിട്ടുണ്ടായിരുന്നു. 2003 നടന്നൊരു സംഭവം. ആൻഡ്രോയിഡ് ഫോൺസ് ഇല്ല, നെറ്റ്വർക്ക്സ് ഇല്ല, ഇൻകമിംഗ് കോൾസിന് പോലും പൈസ ഉണ്ടാക്കുന്ന കാലം. കാട്ടിന്റെ അകത്ത്, ഫോറസ്റ്റിന്റെയും റിസർവ് ഫോറസ്റ്റിന്റെ അകത്ത് സമരം ചെയ്യുന്ന ആദിവാസികൾ, അവിടെ വളയുന്ന പോലീസ്, അവിടത്തേക്ക് സോഷ്യൽ അസസ് ഇല്ല, പത്രപ്രവർത്തകരെ പോലും തല്ലി ചതച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബോർഡർ ഉണ്ടാക്കി അതിന്റെ അകത്ത് റേഷൻ കാർഡ് ഇല്ലാതെ, കണക്കിൽ പേരില്ലാത്ത ആൾക്കാർ, അതായത് ലിസ്റ്റിലില്ല, ഇന്ത്യക്കാരാണെന്നോ കേരളത്തിൽ ജീവിക്കുന്ന ഒരു ലിസ്റ്റിലും ഇല്ലാത്ത ആദിവാസികൾ ഇപ്പോഴും അത്തരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. സിസ്റ്റത്തിന്റെ ഭാഗമല്ലാണ്ട് റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, വോട്ടേഴ്സ് ID ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വിരട്ടി ഓടിക്കുന്നു കാട്ടിന്റെ അകത്തുനിന്ന് വെടിവെക്കുന്നു, കുറെ ആൾക്കാർ ചിതറി ഓടുന്നു. മാസങ്ങൾക്ക് ശേഷം നടന്ന് തിരിച്ച് കാട്ടിന്റെ അകത്ത് അലഞ്ഞു തിരിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന ആദിവാസികളുണ്ട്. അപ്പൊ ഇത് ആരാണ് കണക്ക് തരേണ്ടത്? പോലീസാണ് കണക്ക് തരേണ്ടത്, അല്ലെങ്കിൽ ആ കാലത്തെ ഗവൺമെന്റ് ആണ് കണക്ക് തരേണ്ടത്. മാസങ്ങളോളം വർഷങ്ങളോളം ആ കാട്ടിലിപ്പം നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ അകത്ത് കയറാൻ പറ്റില്ല. അതിന്റെ അകത്ത് നടന്നൊരു ക്രൈമാണ് അത്.
അപ്പോ അത് അതിൻ്റെ അകത്ത് അതിന് ടേക്ക് പാർട്ടായ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ കോൺസ്പിറസി അറിയുള്ളൂ. ഇതിൽ തന്നെ ചേരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉറപ്പായും നമ്മൾ പറയുമല്ലോ, ചേരൻ എന്ന് പറഞ്ഞ മലയാളിക്ക് ചേരന്റെ മേളിൽ ഉണ്ടായിരുന്ന ഉം. ഒരു തരം ഒരു ആ, ഇപ്പം അരവിന്ദ് സ്വാമി എന്നൊക്കെ പറഞ്ഞ പോലെ ചേരനും ഉണ്ടായ ഒരു അടുപ്പം തകർത്ത് കളയുന്ന ഇടത്തിലാണല്ലോ ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിലൊരു അത്ര ഒരു ഭയങ്കര കംപ്ലീറ്റ് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ടാണല്ലോ ചേരനെ പ്ലേസ് ചെയ്യുന്നത്. ശരിക്കും പോലീസുകാർക്കുള്ളിൽ ജാതി കോംപ്ലക്സുകൾ ഉണ്ട്. ഉം. ആ, ശരിക്കും ഉണ്ട്. ഉം. അത് ഒരു സിസ്റ്റമായിട്ട് തന്നെ അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ആ, ആദിവാസി സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്ത പോലീസ് ബ്രൂട്ടാലിറ്റി നയിച്ച ആൾക്കാർക്കും അതുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ഉം. ഇഷ്ടപ്പെടുന്നത്. ഉം. വെറും ഒരു പോലീസ് ആദിവാസി സംഘടനത്തിനപ്പുറത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന അത്തരത്തിലുള്ള പൊളിറ്റിക്സും വർക്കായിട്ടുണ്ട്. ഉം. അപ്പോൾ ഈ ഒരു ബൈലാംഗ്വൽ ഓഫീസറാണ് നമ്മൾ മനസ്സിലേക്ക് വന്നത്. ചേരൻ സാറിന്റെ അത് പ്യൂർലി ടെക്നിക്കലാണ്. ഉം. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ക്ലൂ കൊടുക്കാത്ത ഒരു ആർട്ടിസ്റ്റ് നമുക്ക് വേണം അതിൽ. ഉം. അപ്പം നമ്മൾ പല വിധങ്ങളായ ഇപ്പം ഈ അരവിന്ദ് സ്വാമി അടക്കം നമ്മള് വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ അതിൽ പറയുന്ന ഈ യൂഷ്വൽ ടെംപ്ലേറ്റിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഫിനാൻഷ്യലി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് പൊക്കിഷത്തിലെ നില നീ വാനം കാറ്റ് ഉള്ള പാട്ട് കയറി വന്നു. പെട്ടെന്ന് ചേരൻ സാറിനെ കണ്ടു. ഒരു ആലോചനയായി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ടീമിൽ ബൗൺസ് ചെയ്യുന്നു. എല്ലാവരും യുനാനിമസ് ആയിട്ട് അത് നല്ല അഭിപ്രായമാണ്. അങ്ങനെ ചേരൻ സാറിലേക്ക് ചെറിയ സമയദൈർഘ്യത്തിനുള്ളിൽ സ്വാഭാവിക ആലോചനയായിട്ട് ഈ ക്യാരക്ടർ സുരാജേട്ടൻ ചെയ്യാം എന്നുള്ള തീരുമാനം എത്തിയത് മുതൽ ആ ക്യാരക്ടറിന്റെ ട്രാവൽ എങ്ങനെയായിരുന്നു? ശരിക്കും സുരാജേട്ടൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന റേഡിയോയിലൊക്കെ നമ്മൾ ബാറ്ററി ഇടില്ലേ, കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. വേറെ ഇപ്പൊ കറക്റ്റ് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്പേസ് ഇല്ല അതിൻ്റെ അകത്ത്. അതുപോലെയാണ് ഈ ക്യാരക്ടറിലേക്ക് സുരാജേട്ടൻ വരുന്നത്. ശരിക്കും സുരാജേട്ടൻ അല്ലാതെ അത് വേറെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ക്യാരക്ടർ. ഒരാളുടെ ആബ്സെൻസ് അല്ലെങ്കിൽ ഒരാളുടെ പ്രസൻസ് അത് ഉണ്ടാക്കുന്നത്. സുരാജേട്ടൻ എന്ന് വെച്ചാൽ ഒരു നോട്ടത്തിൽ നമ്മളെ കരയിക്കുകയും അതേ നോട്ടം തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ദശമൂലം ദാമുവാവുകയും ചെയ്യുന്ന നടനാണ് അയാള്. നമുക്ക് നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ സിനിമകൾ ചെയ്തു വെച്ചപ്പോൾ ആക്ഷൻ ഹീറോ ബിജിൽ തന്നെ ആലോചിച്ചൊക്കെ നമ്മള് ആ ബാക്ക് ഷോട്ട് ഇറങ്ങി പോകുന്ന ബാക്ക് ഷോട്ട് മതി, ഒറ്റ ഷോട്ട് മതി. അപ്പം സുരാജേട്ടന് വേറെ ഓപ്ഷൻ ഇല്ല. അനുരാജിന്റെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? കാരണം ഇതൊരു സത്യത്തിൽ ഒരു എപ്പിക് കൈൻഡ് ഓഫ് ഡ്രാമയാണല്ലോ ചെയ്യേണ്ടത്, വലിപ്പമുള്ള സിനിമയാണ്. അതെന്ന് വെച്ചാൽ എന്റെ കോൺഫിഡൻസ് ആണോ ഇതിപ്പോ പറഞ്ഞ അഹങ്കാരമോ എന്നുള്ളത് അറിയില്ല. ഞാൻ നമ്മൾ ജോലി ചെയ്താണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. ഇപ്പൊ സീനിയർ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ നമ്മൾ പ്രോപ്പർ പ്ലാൻസ് ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്ത് വർക്ക്ഔട്ട് ആക്കിയ സിനിമകളുണ്ട് അവരുടെ കൂടെ വന്ന്. ഇപ്പൊ 45 ദിവസം പ്രൊഡ്യൂസർ പറഞ്ഞ ഡേറ്റിൽ ചാർട്ട് ഇട്ട് ആ ചാർട്ട് വർക്ക്ഔട്ട് ആക്കി പ്രൊഡ്യൂസറിന് പറഞ്ഞ ഡേറ്റിൽ സിനിമ തീർത്തു കൊടുത്ത പടങ്ങളുണ്ട് ഞാൻ വർക്ക് ചെയ്തത്. അപ്പൊ അത് നമ്മൾ ഓർഗാനിക്കലി നമ്മുടെ ജോലിയാണ്, തൊഴിലാണ്. അപ്പം എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഇതുപോലത്തെ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് സിനിമകളില്ലേ, നമ്മൾ വിജയ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസസ് ആർട്ടിസ്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന വിജയ ഫോർമുല സിനിമകളുണ്ട്. അത് വളരെ ഈസിയാണ് ചെയ്യാൻ, വളരെ ഈസി എന്ന് പറഞ്ഞാൽ വെരി വെരി ഈസിയാണ് പരിപാടി എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷെ നമുക്ക് ഇന്ന മിനിറ്റിൽ ഇന്ന സാധനം, പാട്ട്, ഇന്ന ഡാൻസ്, ഇന്ന ഫൈറ്റ്, ചില പരിപാടികളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ആർട്ടിസ്റ്റിനെ പ്ലേസ് ചെയ്യുക, അതിനെ ആ സ്വഭാവത്തിലേക്ക് സിനിമയെ കൊണ്ടുവരുന്നത് വളരെ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിന്റെ തിരക്കഥ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നല്ല കഥയും തിരക്കഥയും ആ ടെംപ്ലേറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്, നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ആ കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ സിനിമ അതല്ല. എൻ്റെ കോൺസെപ്റ്റ് എന്നോട് നമ്മൾ അടുത്ത സുഹൃത്തുക്കളും നമ്മൾ വിമർശിക്കുന്നത് സാധനം വെച്ചാൽ കൊമേഴ്ഷ്യൽ ആക്കൂ എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ആക്കുക എന്ന് പറയുന്നത് യൂഷ്വൽ പാലറ്റിലേക്കും ടെംപ്ലേറ്റിലേക്കും സിനിമയെ കൊണ്ട് കിട്ടുക എന്നുള്ളതല്ല. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ആ റിസ്ക് എന്ന് വെച്ചാൽ, ഈ സിനിമയുടെ റിസ്ക് എന്ന് വെച്ചാൽ, ഇത് മനുഷ്യനെ പറഞ്ഞ പോലെ ഇത്രയും പേരെ നമ്മൾ ക്യാൻവാസ് ചെയ്യുക. ഇപ്പൊ 1000 പേര് രാവിലെ വന്നു കഴിഞ്ഞാൽ 1000 പേര് ഒരു 11 മണി 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും റെഡിയാവും വിത്ത് കോസ്റ്റ്യൂം. വൈകുന്നേരം ഒരു 5:20 5:45 വരെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ലൈറ്റ് പോകുന്നുണ്ട്, ഡേ ഷൂട്ട്. 9:30 ആണ് കോൾ ഷീറ്റ്. നൈറ്റ് ഷൂട്ടിന് 9:30 വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ സിനിമയിൽ വേണ്ട ഇത്രയും ക്രൗഡ് വേണ്ട എത്ര ഷോട്ടുകളുണ്ട് എന്നത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എടുത്ത പ്ലാൻ അങ്ങനെയാണ്, വൈറ്റ് ഷോട്ടുകൾ മാർക്ക് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് ക്ലൈമാക്സിലായ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, തുടക്കം മുതൽ ഇങ്ങോട്ട് വേണമല്ലോ. അപ്പം അങ്ങനെ ഒരു ബോധപൂർവമായ പ്ലാനുകൾ ഉണ്ടാക്കുക, അത് ഓർഗാനിക്കായി എൻ്റെ ഉള്ളിൽ സംഭവിച്ചാൽ. ഇപ്പം പലപ്പോഴും വിജയ് പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നെ ഷോട്ട് ഇത് അപ്പൊ അന്ത ഷോട്ട്, അങ്ങനെ വിജയ്ക്കുള്ളിൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ആൾക്കാർ വന്ന് നമ്മളെ ചുറ്റും നിൽക്കുക, ഇത്രയും പേര് നമ്മളെ നോക്കി നിൽക്കുക, എന്താണ് ചെയ്യേണ്ടത്, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് തൊഴിലുള്ളൂ. അപ്പോൾ ആ സമയത്ത് മറ്റൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും നമുക്ക് സമയമില്ല. നമുക്ക് പരമാവധി പറ്റുക നമ്മൾ അസോസിയേറ്റ് രതീഷേട്ടൻ്റെ അടുത്ത്, രതീഷേട്ടാ ഇതാണ് നമ്മുടെ പ്ലാൻ,
ഇത് സെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ രതീഷ് നമ്മുടെ പിള്ളേരും റെഡിയാക്കി വെച്ച് ആ പ്ലാൻ നമ്മുടെ ടീമാണ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ടീം എന്ന് പറയുന്ന ടീമാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഞാൻ പറയുന്നത് രതീഷ് ചേട്ടനോടോ അല്ലെങ്കിൽ വൈശാഖിനോടോ കിരണിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എൻ്റെ ഒപ്പം ഓടിയ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ആ പ്ലാനുകൾ വെച്ചിട്ടാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പം പ്രീ പ്ലാൻ അത്രയും പ്രോപ്പർ ആയിരുന്നു. അതെ അതെ അതെ. അത് നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ അത് ഓർഗാനിക്കലി സംഭവിച്ച ഒരു കാർ എടുത്ത് മാറ്റി. ഇപ്പൊ 10-15 ബസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് ബസ് കൊണ്ടിട്ട വയനാടിന്റെ ഒരു ചളി മണ്ണാണ്, അത് കിടന്ന് കറങ്ങും. പൊസിഷൻ മാറ്റി, ക്യാമറയ്ക്ക് അനുസരിച്ച് പൊസിഷൻ മാറ്റിയിടാൻ നമുക്ക് പ്രായോഗിക പ്രയാസമാണ്. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, അടുത്ത ഷോട്ട് നേരത്തെ വന്ന് ചോദിച്ചിട്ട് ആ ബസ് മാറ്റണമെങ്കിൽ എനിക്ക് 35 മിനിറ്റ് സമയം വേണം, അല്ലാതെ അനങ്ങില്ല ബസ് എന്ന് പറയുമ്പോൾ ഞാനും അത് ബോധടാവും. അപ്പൊ ആ ബസ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്നത് പല ഫുട്ടേജസിലും ഈ ശബ്ദം കേൾക്കാം നമുക്ക്, ബസ്സിന്റെ ടയർ സ്ക്രോൾ ആകുന്ന ശബ്ദം. അപ്പം അങ്ങനെ പ്രാക്ടിക്കൽ സെൻസിൽ ടീമായിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്യും. ഇഷ്കിനെ നോക്കുമ്പോൾ ഒരു നെക്സ്റ്റ് ഫേസിലാണല്ലോ ഈ പടം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ അടുത്ത് തന്നെ ചോദിക്കാനിരിക്കുന്നത് ഈ ഫയറിംഗ് സീനൊക്കെ എത്ര ദിവസം കൊണ്ടെടുത്ത്? കാരണം വെച്ചാൽ അവിടെ ആ ഫയറിംഗ് സീൻ വെറുതെ ഒരു മാസ് സിനിമാറ്റിക് ഫയറിംഗ് സീൻ അല്ലല്ലോ. ആ സീനിൽ കൃത്യമായിട്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് അവിടെ കൃത്യമായിട്ടൊരു സ്റ്റോറി വേൾഡിലാണല്ലോ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫയറിംഗ് തുടങ്ങിയത് മുതൽ നമ്മൾ കുറച്ച് ഇമോഷണലി അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇമോഷണൽ ജേർണി ഉണ്ട്. പക്ഷെ ഈ വർഗീസ് അകത്തേക്ക് പോകുന്നത്, വർഗീസ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അതാണ് അതിന്റെ ബേസിക് സാധനം. എന്റെ മനസ്സിലുണ്ടായിരുന്നത് വർഗീസ് എങ്ങനെ ഇതിന്റെ അകത്തേക്ക് ഫോഴ്സ് ചെയ്യപ്പെട്ട് ഈ ക്രൗഡിന്റെ ഇടയ്ക്കേക്ക് പുള്ളിയെ കയറി പോകുന്നു, അതിൽ നിന്ന് പുള്ളി എങ്ങനെയാണ് നിരായുധനായിട്ട് പുള്ളി തിരിച്ചിറങ്ങുന്നത്. അപ്പൊ ആ ഇമോഷനെ പിടിക്കാന്നുള്ളത്. അപ്പൊ ഇയാളുടെ ചുറ്റുണ്ടാകുന്ന ബഹളം, ക്യാവസ് എന്ന് പറഞ്ഞ സാധനം പുള്ളിയെ ഹോണ്ട് ചെയ്യുന്ന തരത്തിൽ വെടിവെച്ചാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ആലോചിക്കുമ്പോ നമ്മൾ ചില റൈഫിൾ ക്യാമ്പിലൊക്കെ പോയാൽ ഒരു വെടിവെച്ച് തന്നെ നമുക്ക് ചെവിന്ന് മറ്റേ കീട്ടോൺ വരുന്ന ശബ്ദമാണ്. അപ്പം 18 റൗണ്ട് വെടിയാണ് പല മുത്തങ്ങ അടക്ക സമരത്തിൽ സംഭവിച്ചത്. 18 റൗണ്ട് സിനിമയിൽ അതിനും കൂടുതൽ പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഉപയോഗിച്ചിട്ടില്ല. 18 റൗണ്ട് വെടി എന്ന് വെച്ചാൽ ഇത്രയും പേര് തോക്കുകൊണ്ട് നിൽക്കാം. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും തോക്കുന്ന പോവും. അങ്ങനെ 18 തവണ വെടിവെക്കാണ്. അത് എങ്ങോട്ടാ? ക്ലോസ് റേഞ്ചിലുള്ള ആൾക്കാരിലേക്ക്, ജനക്കൂട്ടത്തിൽ നിരക്കാം. ഇത് മനുഷ്യർക്ക് കൊണ്ടില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മളുടെ അന്നത്തെ പോലീസ് വല്ല മറ്റേ സ്വിറ്റ്സർലാൻഡ് പോലീസ് ഇല്ല, എന്തായാലും പറയാം, ഭയങ്കര ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരെ, സ്കോട്ട്ലൻഡ് യാർഡ്, സോറി. അപ്പൊ ആ പോലീസ് ആയിരിക്കണം. അത് മനുഷ്യരെ വെടിവെക്കുന്നു, ചെവിയുടെ രോമത്തിൽ തട്ടി പോകുന്നു, അപ്പൊ മനുഷ്യർ പിന്തിരിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ട്രെയിൻഡ് ആയ പോലീസ് ആയാലേ 18 റൗണ്ട് വെടി കൊള്ളാതിരിക്കുള്ളൂ. അപ്പം റബ്ബർ ബുള്ളറ്റ് ആയാൽ പോലും ഇത്രയും ക്ലോസ് റേഞ്ചിലാണല്ലോ വെടിവെക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഇപ്പം അന്ന് ഷൂട്ട് ചെയ്ത ആ സീക്വൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ്? എന്ന് വെച്ചാൽ അത് സിനിമയിൽ ഏറ്റവും വലിയ, ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും ഹോണ്ടിങ് ഏരിയ മാത്രമാണല്ല, ഏറ്റവും നന്നായി ചിത്രീകരിച്ച ഒരു ഏരിയ കൂടിയാണല്ലോ അത്. അത് ശരിക്കും പറഞ്ഞാൽ 15-18 ദിവസം എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല, അത്രയും ദിവസം അത് ഏറ്റവും കൂടുതൽ എടുത്തൊരു പോർഷൻ ആയിരിക്കും ആ ബഞ്ച് മാത്രം 18 ദിവസം. അപ്പൊ ഇത്രയും പേര് ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുമ്പോ അവര് ഒരു ഫാമിലി ആയിട്ടാ വരിക. കുഞ്ഞുങ്ങളുണ്ടാവും, തൊട്ടിൽ കെട്ടി കുഞ്ഞുങ്ങളെ അപ്പുറത്ത് കിടത്തുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മള് ഇവരെ തല്ലുകയും ഡമ്മി വടികളൊക്കെ ആണെങ്കിൽ പോലും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വരുന്ന പോലീസുകാരുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് അത്രയും പേര് ആക്ച്വൽ പോലീസ് അല്ല, ക്യാരക്ടേഴ്സ്, അതായത് സിനിമാ മോഹമുള്ള, സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇതിൽ വരുന്നത്. ശരിക്കും വയനാട്ടിൽ അത്രയും പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ കോഴിക്കോട് നിന്നും താമരശ്ശേരി താഴെയുള്ള നിലമ്പൂരിൽ നിന്നൊക്കെയാണ് ആൾക്കാർ, മലപ്പുറത്ത് നിന്നടക്കം അഭിനയിക്കാൻ, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വന്നിരുന്നത്. അപ്പൊ ഇവരുടെ സാധനം വെച്ചാൽ ക്യാമറയിൽ തല വരിക എന്നുള്ളതാണ് ഇവരുടെ. ആദിവാസികളെ സംബന്ധിച്ചിട്ട് അവര് രാവിലെ എങ്ങനെയാണോ കാപ്പിക്കുരു പറിക്കാൻ പോകുന്നത്, അതേപോലെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. ആത്മാർത്ഥമായി കാപ്പിക്കുരു പറിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന, കരയാൻ പറയുന്ന കരയുന്നു, ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നു, അടിക്കാൻ പറയുമ്പോൾ അടിക്കുന്നു. ഇങ്ങനെയാണ് അവർ ജെന്യുവൻ ആയിട്ടാണ്. അവർക്ക് ക്യാമറ കൺസേൺസ് ഇല്ല. അത് ആ സാധനം ക്രാക്ക് ചെയ്താൽ തന്നെ ഒരാളും മികച്ച നടനായി എന്നുള്ളത്. ക്യാമറ അവിടെ ഇല്ല എന്ന കൺസേൺ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മികച്ച നടനായി. പക്ഷെ ഇവരെ സംബന്ധിച്ചിട്ട് ഈ പോലീസ് വന്ന അവരുടെ പ്രശ്നമല്ല കേട്ടോ, അവർക്ക് ഈ സിനിമയോടുള്ള അഭിനിവേശമുണ്ട്. പലപ്പോഴും ചേരൻ സാറിനൊക്കെ തള്ളി താഴെയിട്ടുണ്ട് ഇവര്. നമ്മൾ പോയി പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഇത്രയും വലിയ നമ്പേഴ്സിനോട് ബ്രീഫ് ചെയ്ത് അത് ആലോചിക്കാൻ പറ്റാത്ത, അവിടെയൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ആളായിട്ടാണ് അനുരാജ്. എങ്ങനെയാണ് ഞാൻ ശരിക്കും ടോബി പറഞ്ഞ അനുസരിച്ചല്ലേ നമ്മൾ സാധാരണ എന്റെ സ്വഭാവം. ഇപ്പം നമ്മള് സുഹൃത്തുക്കളും പറയാൻ, ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എഡിറ്റർ, ഞാൻ ശരിക്കും സ്ട്രെസ് ഫ്രീ ആയിരുന്നു എന്നാ പറയുന്നത്. പക്ഷെ എന്റെ അകത്ത് അതായിരുന്നില്ല. കാണുമ്പോ എല്ലാരും പറയുന്ന ശാന്തതയുണ്ട്, പക്ഷെ ഉള്ളിൽ ശാന്തമായിരുന്നില്ല.
ഇതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ടിപ്പു ഷാൻ ഷിയാസ്ക അവര് ഒരു ഈ സിനിമയ്ക്ക് അറിയാലോ, ഒരു ഈ സിനിമയ്ക്ക് യുദ്ധം വരെ സംഭവിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഈ സിനിമ എടുക്കുമ്പോൾ, ഈ സിനിമ എന്ന് വെച്ചാൽ എന്റെ പെർസ്പെക്റ്റീവ് അങ്ങനെ പ്രതിസന്ധികളുടെ ഘോഷയാത്രയായിരുന്നു സിനിമ തുടക്കം മുതൽ സിനിമ റിലീസ് ചെയ്യുന്നവരെ. അപ്പം പ്രൊഡക്ഷൻ ഹൗസസ് മാറി, പല പല പ്രൊഡക്ഷൻ ഹൗസിൽ പോകുന്നത് നടക്കുന്നില്ല. അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഒരു ഘട്ടത്തിൽ ഇത് എത്തുന്നത്. പുതിയ പ്രൊഡക്ഷൻ കമ്പനി. അതെ, ഇന്ത്യൻ സിനിമ കമ്പനി ടിപ്പു ഷിയാസ്കയും വരുന്നു. അപ്പം ഇവർ ടേക്ക് പാർട്ടാണ്. ഞാനും കൂടി പ്രൊഡ്യൂസർ എന്ന ആൾക്കാണ് അവരെന്നെ അത് ഒരാൾ 1000 പേരെ പറഞ്ഞ 1001 വന്നു കഴിഞ്ഞാൽ 1000 രൂപ അധികം കൊടുക്കണം. അത് എനിക്ക് വാട്സാപ്പിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ ആ തോട്ടം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട് മഴ പെയ്തു, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വെറുതെ നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ പെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോഴും നമ്മൾ മഴയത്ത് ഷൂട്ട് ചെയ്തിരുന്നു. എന്തെങ്കിലും ചെറിയ മണ്ടാഷ് പോലെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് എന്റെ ഉള്ളിലുള്ള പ്രൊഡ്യൂസർ സ്നേഹമല്ല, അത് എന്റെ സുഹൃത്തിനെ വേറെ മറ്റു ബിസിനസ് ചെയ്ത ഒരാളെ വിളിച്ച് സിനിമ ചെയ്യിപ്പിച്ചതിന്റെ കമ്മിറ്റ്മെന്റ് കൂടിയാണ്. ഈ സിനിമയുടെ ത്രൂ ഔട്ട് ജേർണിയിലുള്ള എല്ലാ സീനുകളിലും ഏതാണ്ടുള്ള ആളുകളാണ്. ഈ പോലീസ് ഏരിയ ഒഴികെ എല്ലാ സീനിലുള്ളവരാണ്. വയനാട്ടിലെ ആദിവാസി സമൂഹം ഇത്രയും അഭിനയിച്ചൊരു സിനിമ വേറെ കാണില്ല അല്ലേ? അതൊരു അനുരാജ് എടുത്തു പറഞ്ഞൊരു കോൺട്രിബ്യൂഷൻ ആണല്ലേ. അവര് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അവരുടെ കഥയാണ്, അവര് നേരിട്ട യഥാർത്ഥ അനുഭവമാണ്. എന്നാൽ അവർ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ കഥയും കഥാപാത്രങ്ങളായിട്ട് അതിന് കൂടെ നിന്നു എന്നുള്ളതൊരു പ്രത്യേകത ഈ സിനിമ. അല്ല, അവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു, യാത്രാ പ്രശ്നം. പല ഊരുകളിൽ നിന്ന് ഇവരെ ആളുകൾ വരണമല്ലോ. അപ്പം ടോയ്ലറ്റ് സൗകര്യത്തിന്റെ, പക്ഷെ നമുക്ക് പ്രോപ്പർ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് അടിപൊളിയായിരുന്നു. ഭക്ഷണം, വെള്ളം, ശുചിമുറി പരിപാടികളെല്ലാം പ്രോപ്പർ സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആദ്യം 2-3 ദിവസം ഇവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവർക്ക് അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്കുള്ളിൽ ഇതിന്റെ കണ്ടന്റിന്റെ ഒരു തീവ്രത അവർക്കുള്ളിൽ കിട്ടിയെന്ന് തോന്നുന്നു. ഞാനത് ആ മാജിക്കാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു 5ാമത്തെ ദിവസം മുതൽ രാവിലെ എഴുന്നേറ്റിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പോവുക എന്നുള്ളത് അവരുടെ കൂടെ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടാണ് സിനിമ അഭിനയിക്കാൻ വരുന്നത്. അവർ ഫെസ്റ്റിവൽ പോലെ അവർ തൊഴിലുള്ള വേദന അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത് ഞങ്ങളുടെ സിനിമയാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ സിനിമ. സാറേ, നമ്മൾ നടന്നു പോകുമ്പോൾ കല്ലിന്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ അവര് കസേര കൊണ്ടുവന്നിട്ട് നമുക്ക് തരുന്നു. സാറേ ഇരിക്കും സാറേ, ഇത് നമ്മളെ സിനിമയല്ലേ. കസേര തരുന്ന സമയത്തൊക്കെ നമുക്കുണ്ടാവുന്നൊരു, നമ്മൾ കസേര ഇരിക്കണമെന്നില്ല, അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് അവർ പാട്ട് പാടുന്നു, അവർ അഭിനയിക്കുന്നു, അവർ ഡാൻസ് കളിക്കുന്നു. കാരണം അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അവർക്കൊരു സ്പേസ് കൊടുക്കുന്നു. ഒരു വയസ്സായ അമ്മൂമ്മ ആ പാട്ടിൽ, ആടുപൂങ്കിലെ പാട്ടിൽ ആ അമ്മൂമ്മ എത്രയോ തവണ നമ്മൾ ആ ലിറിക്ക് അവരെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റുന്നില്ല. അവർക്കത് സിങ്ക് ചെയ്യണമല്ലോ, നാഗരയിൽ പ്ലേ ചെയ്യുന്ന സാധനം ലിപ്പ് സിങ്ക് ചെയ്യണമല്ലോ, അവർക്കത് പറ്റുന്നില്ല. അപ്പൊ അവര് പിറ്റത്തെ ദിവസം വന്നത് ഒരു പെർട്ടിക്കുലർ ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ മാറ്റാം, നമ്മൾ അവിടെ തന്നെ തീരുമാനിക്കും. നൈറ്റ് ഷൂട്ടാണ്, ഇവരെ മാറ്റാൻ വിട്ടേക്കാം, ആ പോർഷൻ മാറ്റിയിട്ട് ജഗ്സേട്ടനെ കൊണ്ട് വേറെ പോർഷൻ ചെയ്യിപ്പിക്കാം എന്നത് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല നമുക്ക് വേറെ ചെയ്യാം. അവിടെ പോയി പിറ്റേ ദിവസം ഇവര് എന്നെ ഞാൻ നിൽക്കുന്ന തോണ്ടി വിളിക്കുക. അപ്പൊ ഞാൻ പഠിച്ചു പാടാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ റസൂലാന്ന് തോന്നുന്നു, റസൂലാണ് ഇവരെ കൊണ്ടുവന്നത്. അപ്പൊ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവര് അടിപൊളിയായിട്ട് പാടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് പ്രൂവ് ചെയ്യാന്നുള്ളത് അവർക്കുള്ളിൽ, അവർക്ക് അത്രയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായി മാറി. അവര് ആ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീയായിരുന്നു. മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവരും പിന്നെ പിന്നെ ഇതിൽ താമി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസും ക്യാരക്ടറാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു കാസ്റ്റിങ്ങും പിന്നെ ആ ഫയർ, ഞാൻ പറഞ്ഞ ആ ആദിവാസി സമൂഹത്തിന്റെ ആകെ ഒരു സമരാഗ്നിയും ഫയറും ഉള്ള ഒരു ക്യാരക്ടറായിട്ട് അതിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അതൊരു ഫിക്ഷണൽ പ്ലേസ്മെന്റ് ഉണ്ട്, അതേസമയം ഒരു ഫിക്ഷണൽ കൂടിയാണ് ആ ക്യാരക്ടർ. നമ്മളൊരു പോലെ ഒരു കുറച്ചൊരു ഇമാജിനറി എലമെന്റ് ക്യാരക്ടറായിട്ടാണല്ലോ ചെയ്തത്. അത് പല സ്ഥലത്തും ഉണ്ട് സിനിമയിൽ. ടോട്ടലി സിനിമയിൽ ഫിക്ഷൻ സ്വാതന്ത്ര്യം നമ്മൾ എടുത്തിട്ടുണ്ട്. സിനിമ എൻഗേജിങ് ആവണം, എന്റർടൈൻഡ് ആവണം. പക്ഷെ ഇതിന്റെ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്താം, റീവാച്ച് ചെയ്യണം, എന്താണ് ആ ഇൻസിഡന്റിനെ കുറിച്ച്. അപ്പം പ്രണവാണ് നായകൻ എന്ന തരത്തിൽ ആലോചിച്ച് നോക്കിയാൽ അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട് ശരിക്കും ആ സിനിമയ്ക്ക്. അപ്പം പ്രണവിനെ കൊണ്ട് തുടക്കം മുതലുള്ള നേരത്തെ പറഞ്ഞ വേലിക്കെട്ടുകൾ, സ്വന്തം സിസ്റ്റത്തിന്റെ അകത്ത് പോലും വേലിക്കെട്ടുകൾ ഉണ്ടാകുന്നു എന്നതിൽ പരോക്ഷമായി വിഷമുള്ള ആളാണ് താമി. പൊതുസമൂഹത്തിന് മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്നത് മറ്റു ചില ഇൻസിഡൻസ്. ഇപ്പം താമി ഒരു അടക്ക പെറുക്കിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പൊ അത് കാലങ്ങളായി ആദിവാസികൾക്ക് മുകളിൽ ആരോപിക്കപ്പെടുന്ന വിഷയമാണ്. റബ്ബർ ഷീറ്റുകൾ കക്കുന്നു, അടക്ക പെറുക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ജീവിച്ച സ്ഥലത്ത് റബ്ബർ നട്ടിട്ട് അവിടെ റബ്ബർ പാല് ഒട്ടുപാലായി അല്ലെ പ്രോസസ് ചെയ്യുന്നത്
അധിനിവേശത്തിന്റെ ഭാഗമായി വന്ന മനുഷ്യർ ചെയ്ത കാര്യമാണ്. അതെ. അയാളുടെ കാടായിരുന്നു അത്. ഉം. അയാളുടെ കാട്ടിൽ നിങ്ങൾ പോയി അധിനിവേശം ചെയ്ത് അയാളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചു, അല്ലെങ്കിൽ അയാളുടെ തലമുറയുടെ. ഉം. അപ്പൊ അവിടെ അതുള്ളത് അയാളുടെ കാടാണ്. അയാൾ കാട്ടിൽ ഉം. റബ്ബർ ആയിക്കോട്ടെ, ഒട്ടുപാലായിക്കോട്ടെ, സകല എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഉം. എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉം. അവരടക്കം അവർക്ക് വെറ്റില പൊട്ടിക്കും. ഇവര് ബിസിനസ്സിനൊന്നല്ല ചെയ്യുന്നത്. അതെ. കാട്ടിൽ പോയിട്ട് മുള വെട്ടുന്ന ആദിവാസികളുണ്ട്, ഉം. തേൻ ശേഖരിക്കുന്ന ആദിവാസികളുണ്ട്. അത് അസിസ്റ്റന്റ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫയർ ഏറ്റെടുക്കുന്ന, എന്നാൽ നയിക്കപ്പെടാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ, കുറച്ച് ഫിസിക്കൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്ഷണൽ പ്ലേസ്മെന്റ് ആണ്. താമിയും നായയും കൂടി വരുന്നത് പോക്കല്ലേ, മൊത്തൊരു കാടും ഒരു കാടിനെ ചുറ്റിപ്പറ്റിയാലേ താമി അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാം. അതെന്റെ ഒരു ഒബ്സർവേഷനാണ് ശരിക്കും. അത് അഭിനയമായിട്ട് ഞാൻ ഷെയർ ചെയ്ത സാധനം. നമ്മൾ വയനാട്ടിൽ പോകുമ്പോൾ ഈ പട്ടി ഭയങ്കരമായിട്ടുള്ള അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാ. പട്ടി ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. ശരിക്കും കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ആദിവാസി സ്ത്രീ, അവരുടെ മക്കൾ, പട്ടി, ആദിവാസി പുരുഷൻ എന്നുള്ള നിലയ്ക്കാണ് അവർ കാടിൽ നിന്ന് വയൽവരമ്പിലൂടെ വരുന്നത്. സ്ഥിരം പ്രൊമോഷണൽ സോങ് ആവരുത്, അല്ലെങ്കിൽ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന സിനിമയുടെ രാഷ്ട്രീയം പറയുന്ന ഒന്നാവണം വേടനെ കൊണ്ടുവന്ന് വേടന്റെ പാട്ട് എന്നുള്ള തീരുമാനിച്ചപ്പോഴായിരുന്നു. ശരിക്കും എനിക്ക് മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് വേടൻ ഈ പടത്തിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ വേടനെ കൊണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. മാർച്ച് 9 ജേക്സിന്റെ സ്റ്റുഡിയോയിൽ വേടൻ വന്ന സിനിമ കാണുന്നത്. ഫുൾ സിനിമ റെഫറൻസ് മ്യൂസിക്കിൽ ഡബ് ചെയ്ത വേർഷൻ തന്നെയാണ്. വേടൻ ഈ സിനിമ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത് ഏതാണ്ട് ഒരു 10-25 മിനിറ്റ് ഞാൻ വേടൻ സംസാരിച്ചിരുന്നു. നമ്മൾ സിനിമയ്ക്കപ്പുറത്തുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചും സിനിമ പറയുന്ന തൊട്ടുപോകുന്ന വിഷയങ്ങളെക്കുറിച്ചും. വേണം അത്രമേൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മനുഷ്യൻ. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വേടൻ. ഞാൻ സംസാരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ അയാളോട് കൂടുതൽ ചേർന്ന് നിന്ന് പോവാണ് അയാളോട്. കാരണം ഞാൻ 30 വയസ്സിൽ എനിക്കുള്ള ധാരണ പോലും, എനിക്കുള്ളതെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം വൻ സംഭവമാണെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജ്ഞാനം അയാൾക്കുള്ളിലുണ്ട്. എന്താണ് സോഷ്യൽ സിനാരിയോ എന്നുള്ളതിനെ കുറിച്ച് വളരെ ധാരണയുള്ള ചെറുപ്പക്കാരനാണ് അനുരാജ്. 2 സിനിമയിലും പാട്ടിനെ സ്റ്റോറി ടെല്ലിങ്ങിന് വളരെ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആ ഫോക്ക് എന്ന് പറഞ്ഞ ഈ പറയുന്ന ഒരു ഫോക്ക് എലമെന്റിനെ കൃത്യമായിട്ട്, ഇതൊരു വയനാടിന്റെ സിനിമ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആദിവാസി സമൂഹമായി ബന്ധപ്പെട്ട കഥ എന്ന് പറയുമ്പോൾ നരിദൂക്ക്, ഇതെല്ലാം പാട്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഞാൻ തന്നെ അനുരാജ് ലിറിക്കൽ കാര്യങ്ങളിൽ തർക്കിക്കുന്ന, ചർച്ച ചെയ്യുന്ന സംഗതി കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ പാട്ട് പറഞ്ഞ പോലെ ജേക്ക് ചേട്ടന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര അടിപൊളിയാണ് ഈ സിനിമയ്ക്ക്. 10 പാട്ടുകളാണ് സിനിമയിൽ. ജുക്ക് ബോക്സ് ആയിട്ട് പറഞ്ഞാൽ പോവാ ഇന്നോ നാളെ 10 പാട്ടുകൾ കമ്പോസ് ചെയ്യാന്നുള്ളത് എന്റെ ആലോചന ഇല്ലാത്ത കാര്യമാണ്. 4-5 പാട്ട് എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ. പ്രൊമോഷൻ സോങ് അടക്കം 5 പാട്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജേക്ക് ചേട്ടന്റെ സ്റ്റുഡിയോയിൽ കയറുന്നത് വരെ നമ്മുടെ പ്ലാൻ, നമ്മുടെ രണ്ടുപേരും മ്യൂച്വൽ പ്ലാൻ. പക്ഷെ നമ്മൾക്ക് തമ്മിൽ, ഞാനും ജേക്ക് ചേട്ടനും തമ്മിൽ ഒരു റാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആക്ച്വലി ജേക്ക് ചേട്ടൻ ഒരു സാധനം പിച്ച് ചെയ്യുന്നു, അത് വർക്കായാൽ ഞാൻ അപ്പം തന്നെ പറയുന്നു, അല്ലെങ്കിൽ വർക്കായില്ലെങ്കിൽ ജേക്ക് ചേട്ടൻ മാറ്റി പിടിക്കാന്ന് പറയുന്നു. പുള്ളി അത് മാറ്റുന്നു. വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ ജേക്ക് ചേട്ടന് എന്തോ നമ്മളോട് ഒരു സൗഹൃദത്തിൻ്റെയോ, അല്ലെങ്കിൽ പുള്ളി ഇറ്റ്സെൽഫ് നന്നാക്കാനുള്ള ശ്രമം പുള്ളി നടത്തുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് എന്തോ ഭ്രാന്ത് പോലെയാണ്. പുള്ളിക്ക് കീബോർഡും പരിപാടിയൊക്കെ വെച്ചിട്ട് രാത്രി ഞാൻ ഏതാണ്ട് 7-8 ദിവസം ഞാനും ജേക്ക് ചേട്ടൻ ഉറങ്ങിയിട്ടില്ല. രാവിലെ 5 മണിക്കാണ് നമ്മൾ പിരിയുന്നത്. രാത്രിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം രാത്രി ഒരു സീനൊക്കെ പുള്ളിയുടെ ഒരു പാട്ടോ ഒരു മ്യൂസിക് ബിറ്റോ വരുമ്പോൾ എലവേറ്റ് ചെയ്ത് പോകുന്നത് എൻ്റെ മുന്നിൽ കാണുന്നുണ്ട് സ്ക്രീനിൽ. ഇത് അതിൻ്റെ ടോട്ടൽ ഇമോഷനെ ആ പാട്ട് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. മാജിക് സംഭവിക്കുന്നത് എനിക്കിത് ഉണ്ടാകുന്നത് കാണാൻ ഇഷ്ടമാണ്. മാത്രമല്ല ഹണ്ട് ഏരിയ ഒക്കെ ഇതിൽ ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്തു. തിയേറ്റർ ഡിസൈൻ കാണുന്ന സമയത്ത് അതിന്റെ സെക്കൻഡ് ഹാഫിലൊക്കെ അത് പുള്ളിയുടെ ഉന്മാദമാണ്. പുള്ളിക്കുള്ളിൽ നടക്കുന്ന ഫയറാണ് പുള്ളി. മാത്രമല്ല നമ്മളിത് വയനാട്ടിൽ പോയിട്ട് ലൈവ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പുള്ളി വന്നു, രംഗേട്ടൻ വന്നു. അപ്പം അത് ഫുൾ ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് ലൈവ് കുറെ റെക്കോർഡ്സ് എടുത്തിരുന്നു. അതൊക്കെ പുള്ളി തിരിച്ചു മറിച്ച് ഉപയോഗിക്കുന്നു, അതിന്റെ സാധ്യതകൾ. പിന്നെ പുള്ളിയുടെ ടീമുണ്ട്, ഒരു 10 പേരടങ്ങുന്ന ടീമുണ്ട്. അവര് ജേക്ക് ചേട്ടൻ പറയുന്നത് പോലെയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അനുരാജ് ഞാൻ പരിചയപ്പെടുത്താത്ത അനുരാജ് കൈതപ്രമാണ്. ഇതിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വലിയ കാലത്തിന് ശേഷം ലിറിസിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റേ കുട്ടിക്കാലം മുതൽ കേട്ട് പരിചയിച്ച നാട്ടുകാരനായിട്ടുള്ളൊരു മലയാളത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഗാനരചയിതാവിനെ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി കൂടി ഉണ്ടല്ലോ. കൈതപ്രം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേര് മാത്രമേ അറിയുള്ളായിരുന്നു. കൈതപ്രം എന്ന് പറഞ്ഞാൽ നാടാണ്. നാട്ടിൽ തന്നെ കൈതപ്രം എന്ന് പറയുമ്പോൾ റേഡിയോയിലൊക്കെ വെക്കുന്ന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പുള്ളിയുടെ വീട് കണ്ണാടി മന എന്നൊക്കെ കുട്ടിക്കാലത്ത് അതിന് മുന്നേ നടന്നു പോകുമ്പോൾ കൈതപ്രത്തിന്റെ വീട് കാണിച്ചു തരുന്ന സ്ഥലങ്ങളെ നാട്ടിലെ സിനിമക്കാരനാണ്. മാത്രമല്ല നമ്മളുടെ
വഴികൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ ഉം. കാവ്, നമ്മുടെ ഉം. കുന്ന്, ഇതൊക്കെ പാട്ടായിട്ട് എഴുതുന്ന, അതെ. അത് റേഡിയോയിലൂടെ കേൾക്കുന്നു. ചെമ്മൻകുന്ന് എന്നുള്ള സാധനം നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. വഴിയാണ്. അപ്പോ ആ ചെമ്മൻകുന്ന് പാട്ടായിട്ട് വരിക. ചെമ്മൻകുന്നും ഉം. കയറി ഇറങ്ങി ഉം. വലത്തോട്ട് നീന്തും പുഴയിൽ മുങ്ങി. ഉം. ഉം. അപ്പോ അത് പാട്ടായിട്ട് വരുത്താൻ ഒരു കവിക്ക് പറ്റും, അല്ലെങ്കിൽ ഒരു കലാകാരന് പറ്റും ഉം. എന്നൊക്കെ നമുക്ക് റീഡിംഗ് ഉണ്ട്. എനിക്ക് എൻ്റെ അപ്പൻ ഉം. ആ കലിയാട്ടത്തിലെ പാട്ടുകൾ വെച്ച് ആകാശവാണിയിൽ ഒരു അരമണിക്കൂർ പ്രോഗ്രാം ഉം. ചെയ്തിരുന്നു, ഉം. ഓഡിയോ റെക്കോർഡ് ഉം. പോലെ. ഉം. അപ്പോ അപ്പനും അറിയപ്പെടുന്ന കൈതപ്രം എന്നാ. അതെ. ഇരട്ടിയിൽ മനോഹരം കൈതപ്രം മനോഹരം കൈതപ്രം എന്നുള്ള അപ്പനും. മാധ്യമപ്രവർത്തനമാണ്. അതെ. അപ്പം ഇവര് സമകാലികരാണ്, സുഹൃത്തുക്കളാ. ആ, 2 കൈതപ്രവും തമ്മിൽ സുഹൃത്തുക്കളാ, ബന്ധമുണ്ട്. ബന്ധമുണ്ട്. അച്ഛന്റെ ഏട്ടൻ വല്യച്ഛനും ആയിട്ട് ഒരുമിച്ച് പഠിച്ചതാ, ഈ ആ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ആ. അപ്പൊ അങ്ങനെ നാട്ടിന്റെ ഒരു സൗഹൃദമുണ്ട്. അച്ഛനുമായിട്ട് അടുപ്പമുണ്ട്. ഇതിനപ്പുറത്ത് എന്നെ വിസ്മയിപ്പിച്ചത് അയാൾ കൈതപ്രം എന്നുള്ള പേരിലുണ്ടായിരുന്ന കവി മാജിക്കാണ്. അപ്പൊ അത് അതെ. ഒന്ന് കാണണം എന്നുള്ള കുറെ കാലത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഉം. സംസാരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം സംഭവിച്ചത് ജയ്സാറിന്റെ സ്റ്റുഡിയോയിലാണ്. ആ. കാണുന്നു, സംസാരിക്കുന്നു, പഴയ ഓർമ്മകൾ പറയുന്നു, എല്ലാം ഓർമ്മയുണ്ട്. ഉം. അച്ഛനെ ഫോൺ വിളിച്ചിട്ട് പുള്ളിക്ക് കൊടുക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു, ദീർഘമായി സംസാരിക്കുന്നു. അപ്പോൾ ആ പഴയ സൗഹൃദം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദം വീണ്ടും ഓപ്പൺ ഉം. ആവുകയാണ് അവിടെ. ഫിലിം മേക്കർ എന്നുള്ളതിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി, അസോസിയേറ്റ് ഡയറക്ടറായി, ഈ പറയുന്ന മറ്റു ഒരുപാട് ക്രാഫ്റ്റ്മാൻസിൻ്റെ കൂടെ, ഫിലിം മേക്കേഴ്സിൻ്റെ, ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് സിനിമയിൽ വന്നപ്പോൾ കിട്ടിയൊരു ആനുകൂല്യം, ഒരു ബലം എന്താണ്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, അതിപ്പം സിനിമ നന്നാവുന്നോ ഇല്ല എന്നുള്ളതല്ല, ഇപ്പൊ ഇത് 68 ദിവസം ഷൂട്ട് ചെയ്തത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെയും കൂടെ എഫക്റ്റാണ്. ഉം. ചിലപ്പോൾ പുതിയൊരാൾക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഒരാൾ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് ചിലപ്പോൾ ഇത് 140 ദിവസം ഷൂട്ട് ചെയ്യേണ്ടതായിരിക്കും. ഉം. അപ്പം അത്തരം സിനിമകൾ നമ്മൾ കാണുന്ന 40 ദിവസം പ്ലാൻ ചെയ്ത പടങ്ങൾ 150 ദിവസം ഷൂട്ട് ചെയ്യുന്നു. ഉം. അതിങ്ങനെ ഡിലേ ചെയ്ത് പോകുന്നു, പ്രൊഡക്ഷൻ ഹൗസ് നഷ്ടം വരുന്നു, ആ ഉം. ആർട്ടിസ്റ്റ് കുറെ കാലം വെറുതെ ഇരിക്കേണ്ടി വരുന്നു. ഉം. കാണുന്ന ശരിക്കും സിനിമ ഒരു പ്രാക്ടിക്കൽ ജോബും കൂടിയാണല്ലോ. നമ്മൾ അതെ. പ്ലാൻ ഉണ്ടാക്കി, ഉം. അത് പ്രോപ്പർ പ്ലാനിൽ മാനേജ് ചെയ്ത് ഉം. ഒരു MBA സ്റ്റുഡൻറ്റും കൂടി അതെ. ചിലപ്പോൾ ഇതിൽ, അല്ലെങ്കിൽ MBA ബിരുദധാരിയുടെ പരിപാടിയും കൂടി ഇതിൽ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണം. അപ്പോൾ അത് ശരിക്കും പ്രൊഡക്ഷൻ ഹൗസുകളാണ് തീരുമാനിക്കേണ്ടത്. ഉം. ഈ സംവിധായകൻ എത്ര പേർ എക്സ്പീരിയൻസ്ഡ് ആണ്, ഇത്രയും സിനിമ, ഉം. ഇത്രയും വലിയ ഭാരമുള്ള സിനിമയാണ്, ഇത് ഇതേപടി എക്സിക്യൂട്ട് ചെയ്യാൻ ഇദ്ദേഹത്തിന് ഈ പറ്റുമില്ല. സമയപരിധിക്കുള്ളിൽ പറ്റുമോ? അത് ബുദ്ധിപരമായി പ്രൊഡക്ഷൻ ഹൗസുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഉം. ഇല്ലെങ്കിൽ അയാൾ വേണമെന്നില്ല, അയാൾക്ക് ബാക്കപ്പ് ചെയ്യാൻ ഒരു നല്ല അസോസിയേറ്റിനെ കൊടുത്താൽ മതി. ഉം. 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 ഈ പണിയെല്ലാം അറിയുന്ന ഒരാളെ നമുക്ക് ഹയർ ചെയ്യാലോ, അതെ. നല്ലൊരു ക്യാമറമാനെ ഹയർ ചെയ്യാം. ഉം. ഉം. അത് കൊടുത്താൽ, അല്ലാതെ നമുക്ക് അതെടുക്കുന്ന റിസ്ക്കാണ്. ഇപ്പം ഞാൻ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ എടുക്കത്തില്ല. ഉം. ഉം. ഈ നെരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ നെരിവേട്ടയുടെ കാര്യത്തിൽ എന്തായാലും നെരിവേട്ട അഭിനവുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആലോചിക്കുന്ന സമയത്ത് തന്നെ പൂർണ്ണമായിട്ടൊരു ധാരണയും സംഗതിയില്ല. ഒരു തിയേറ്ററിൽ എത്തിയതിന് ശേഷമുള്ള നെരിവേട്ടയെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സിനിമയിലൂടെ? ഒരുപാട് പ്രേക്ഷകരിലേക്ക് ഈ വിഷയം എത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ഒരു ആത്യന്തിക ആഗ്രഹമായിട്ട് എന്താ ഉള്ളത്? ശരിക്കും എൻ്റെ സത്യന്തമായ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു 5 പേർക്കെങ്കിലും, ആരെങ്കിലും ഒരു 10 സെന്റ് ഭൂമിയും അവർക്ക് ആവശ്യമുള്ള അവരുടെ ആവാസവ്യവസ്ഥയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആദിവാസികൾ മുഖ്യധാരയിലേക്ക് വരിക, ചർച്ചയിൽ വരിക. ഇപ്പൊ മുത്തങ്ങ സമരം തന്നെ ആൾക്കാർ റിപ്പീറ്റഡ് പറയട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉം. ഉം. ഇപ്പൊ എന്നെ 4 തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഉം. ആദിവാസി ഇഷ്യൂ മുന്നോട്ട് വരട്ടെ, മുന്നോട്ട് വരട്ടെ. അവരുടെ പഠനം, അവരുടെ ജീവിത സൗകര്യം, അതിൻ്റെ അപ്പുറത്ത് ഈ മെഡിക്കൽ സൗകര്യങ്ങളാണ് ഭയങ്കര പ്രയാസമുള്ള. നിങ്ങൾ വയനാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് നന്നായി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു കാലിൽ ഒരു ആഴത്തിലുള്ള മുറിവ് വന്നാൽ അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇപ്പോഴും ആദിവാസി സമൂഹത്തിലില്ല. പ്രോപ്പർ പ്രോട്ടീൻ ഫുഡില്ല. അപ്പൊ അതൊക്കെ ചർച്ചയാവട്ടെ, ആൾക്കാർ അത് സിനിമ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം മുഖ്യധാരയിൽ കുറച്ചു കാലത്തെങ്കിലും ചർച്ചയായി നിൽക്കട്ടെ. അതെ, അതാണ് ബേസിക്. എന്നുവെച്ചാൽ അത് റിപ്പീറ്റായിട്ട് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ ആൾക്കാർ സംസാരിച്ച്, ഞാൻ പറഞ്ഞത്, ഇതിന് വേറെ മറ്റു പ്രൊപ്പഗേണ്ട പരിപാടികളൊന്നും തന്നെ ഇല്ല. സിനിമയിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ കരിവാരത്തേക്കോ ഒരു വ്യക്തിയെ കരിവാരത്തേക്കോ എന്നല്ല. ഈ വിഷയം കാലികമായി പ്രസക്തമാണ്. അത് വീണ്ടും ചർച്ചയാവണം. താങ്ക് യു. ഓക്കെ.